Ram Hare Rama Rama Ram Hare 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 Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Ram, Hare Rama, Rama Rama, Hare Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Ram, Hare Rama, Rama Rama, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Ram, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Ram, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Ram, Hare Rama, Rama Rama, Hare Hare, Lord Hari Bol. Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Ram, Hare Rama, Rama Rama, Hare Hare, Krishna Hare Krishna,
ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഓഡിബിൾ ആണോ? അതെ. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ, സാധാരണ പോലെ നമുക്ക് ഇന്നും മംഗളാചരണത്തോടു കൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകാ സ്വാമിനിതി നാമിനേ. നമാചാര്യപാദായ നിതായ കൃപാപ്രദായിനേ ഗൗരകഥാനാമധായ നഗരഗ്രാമതാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിതി നാമിനേ. നമസ്തേ സരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. വാഞ്ചാകൽപതരൂപശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ശ്രീമദ് ഭാഗവത വന്ദന സ്തുതികളും വായിക്കാം. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പൃഥാസുതം സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഏതസ്മാത് പരം കിഞ്ചിത് മനഃശുദ്ധ്यै ന വിദ്യത്തെ ജന്മാന്തരേ ഭവേത് പുണ്യം തഥാ ഭാഗവതം ലഭേത്. മേനിരേ ഭഗവത് രൂപം ശാസ്ത്രം ഭാഗവതം കലോ പഠനശ്രവണസ്യാദ്യോ വൈകുണ്ഠഫലദായകം. യത്ഫലം നാസ്തി തപസാ ന യോഗേന സമാധിനാ തത്ഫലം ലഭതേ സമ്യക് खलो केशव कीर्तनाद. न गंगा न गया काशी पुष्करम न प्रयागगम शुगशास्त्र कथायश्च फलेन समधाम नयेद. इदं भागवतं नाम पुराण ब्रह्म संहितं भक्ति ज्ञान विरागाणां स्थापनाय प्रकाशितम्. सदा सेव्य श्रीमद्भागवती कथा यस्य श्रवणमात्रेण हरिचित्तं समाश्रयेत्. कथा भागवतस्यापि नित्यं भवति यद्गृहे
തത്ഗൃഹം തീർത്ഥരൂപം ഹി വസതാം പാപനാശനം. യശ്ചാ ഭാഗവതം ശാസ്ത്രം വാചയേതർത്ഥതോ നിശം ജന്മകോടികൃതം പാപം നശ്യതേ നാത്ര സംശയഃ. ശ്ലോകാർത്ഥം ശ്ലോകപാദം വാ പഠേത് ഭാഗവതം ചയാ നിത്യം പുണ്യം അവാപ്നോതി രാജസൂയാമശ്വമേധയാ. ദുഃഖദാരിദ്ര്യ ദൗർഭാഗ്യ പാപ പ്രക്ഷാളനായ ച കാമക്രോധജയാർത്ഥം ഹി കലോ ധർമായ മീരിത. സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹ ഗൃഹീതാംഗാം സമുദ്ധരാ ഭവാർണവാത്. ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി സ്വീകൃതോസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. ശുഗരൂപ പ്രബോധജ്ഞ സർവശാസ്ത്ര വിശാരദ ഏതത് കഥാ പ്രകാശേന മദജ്ഞാനം വിനാശയേത്. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷാ ജനാർദ്ദന. നന്ദു സൗണ്ട്. യം പ്രവ്രജന്തമനുഭേദമഭേദകൃത്യം ദ്വൈപായനോ വിരഹകാതരാജുവാഹ പുത്രേതി തന്മേതായ തരവോപി നേതു തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്യാനുഭാവം അഖിലശ്രുതിസാരമേകം ആധ്യാത്മദീപം അതിതീർഷതാം തമോന്തം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനമുപയാമി ഗുരും മുനീനാം. ജന്മാദ്യസ്യ യതോന്വയാത് ഇതരതച്ചാർത്തേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദയേ ആദികവേ മുഹ്യന്തി യസ്സൂരയഃ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാം ദാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മപ്രോജിതകൈതവോത്ര പരമോ നിർമത്സരാണാം സദാം വേദ്യം വാസ്തവം അത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരേരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്ധ്യത്തെ അത്ര കൃതിഭിः ശുശ്രൂഷുഭിः തക്ഷണാത്. നിഗമകൽപതരോർഗളിതം ബലം ശുഗമുഖാത് അമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം. മുഹുരഹോ രസികാ ഭുവി ഭാവുഹാഗാ നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേ. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതീരുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠുകി. മുഖം കരോതി വാചാലം പങ്കും ലങ്കായതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധാര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം ഗ്രന്ഥരാജ്. ഹരേ കൃഷ്ണ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 8ാമത്തെ അധ്യായമാണ്. ഈ അധ്യായത്തിന്റെ പ്രധാന പ്രതിപാദ്യം എന്ന് പറയുന്നത് കുന്തി ദേവിയുടെ
ഈ അധ്യായത്തിൽ പ്രധാനമായിട്ടുള്ള പ്രതിപാദ്യം എന്ന് പറയുന്നത് ആദ്യത്തുള്ള ശ്ലോകങ്ങളിൽ വിവരിക്കുന്നത് പാണ്ഡവരെ ഭഗവാനും മുനിമാരെല്ലാം ചേർന്നിട്ട് ആശ്വസിപ്പിക്കുന്നതായിട്ടാണ് ആദ്യത്തെ 6 ശ്ലോകങ്ങളിലായിട്ട് വിവരിക്കുന്നത്. പിന്നീടുള്ള ശ്ലോകത്തിൽ 7 മുതൽ 16 വരെയുള്ള ശ്ലോകത്തിൽ പ്രധാനമായിട്ടും വിവരിക്കുന്നത് പരീക്ഷിത് മഹാരാജാവിനെ ഗർഭാവസ്ഥയിൽ തന്നെ ഭഗവാൻ രക്ഷിച്ച കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. പിന്നീട് 18 മുതലുള്ള 43 വരെയുള്ള ശ്ലോകത്തിലാണ് ബൃഹത്തായിട്ടുള്ള ശ്രീമതി കുന്തി മഹാറാണിയുടെ സ്തുതി, ഭഗവാനെ സ്തുതിക്കുന്ന പ്രാർത്ഥനകളാണ് 18 മുതൽ 43 വരെയുള്ള ശ്ലോകങ്ങളിൽ വിവരിക്കുന്നത്. അതിനുശേഷം 45 മുതലുള്ള ശ്ലോകങ്ങളിൽ ഭഗവാനും യുധിഷ്ഠിര മഹാരാജാവും തമ്മിലുള്ള സംവാദമാണ് കാണിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ മൊത്തമായിട്ട് ചെയ്യുന്നത്. ആദ്യമായിട്ട് ഭഗവാനും അതുപോലെ ഋഷിമാരെല്ലാവരും ചേർന്നിട്ട് പാണ്ഡവരെയും അതുപോലെ അവരുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും ആശ്വസിപ്പിക്കുന്ന രംഗമാണ് 1 മുതൽ 6 വരെയുള്ളതായിട്ടുള്ള ശ്ലോകങ്ങളിൽ പ്രധാനമായിട്ടും പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് തുടങ്ങുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സൂതഗോസ്വാമി സൂതമുനി വീണ്ടും തുടക്കം കുറിക്കുകയാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. പാണ്ഡവര് തങ്ങൾക്ക് മരിച്ചു പോയിട്ടുള്ള എല്ലാ ബന്ധുജനങ്ങൾക്കും വേണ്ടി, ഇപ്പൊ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ വിവരിച്ചിട്ടുണ്ട് പാണ്ഡവരുടെ 5 പുത്രന്മാരെയും അശ്വത്ഥമാവ് ഉറങ്ങിക്കിടക്കുന്ന അവസ്ഥയിൽ തന്നെ വകവരുത്തുകയും പിന്നീട് അർജുനൻ അശ്വത്ഥമാവിനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരികയും അവിടെ വെച്ചിട്ട് കീഴടക്കിക്കൊണ്ട് തൻ്റെ ചൂടാമണിയും മുടിയും മുറിച്ചു കളയുകയും ചെയ്തു എന്നും അങ്ങനെ അശ്വത്ഥമാവിനെ തിരിച്ചുവിടുകയും ചെയ്തതായിട്ടാണ് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ മനസ്സിലാക്കിയത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അടുത്ത അധ്യായത്തിൽ പറയുന്നത് പാണ്ഡവരെല്ലാവരും തന്നെ ആദ്യം തന്നെ മരിച്ചു പോയിട്ടുള്ള ബന്ധുജനങ്ങൾക്കായിട്ട് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള ജലതർപ്പണം നടത്തുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുവാൻ, അപ്പോൾ സ്ത്രീകളെല്ലാം മുന്നിൽ നടന്നു പോവുകയും പിറകിൽ എല്ലാ പുരുഷന്മാരായിട്ടുള്ള പാണ്ഡവരും പിറകിൽ നടന്നു പോവുകയും അങ്ങനെ ഗംഗയിൽ പോയി തർപ്പണം ചെയ്യുകയും ചെയ്തു എന്നതാണ് ആദ്യത്തെ ശ്ലോകങ്ങളിൽ മനസ്സിലാക്കുന്നത്. അതേ സംഭരേതാനാം സ്വാനാമുദകമിച്ഛതം ദാതും സ്വകൃഷ്ണ ഗംഗായാം പുരസ്കൃത്യ യയുസ്ത്രിയഃ. കൃഷ്ണ എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ദ്രൗപദിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ദ്രൗപദി സമേതനായിട്ട് പാണ്ഡവരെല്ലാവരും ചേർന്നിട്ട് ഗംഗയിലേക്ക് പോവുകയും അവർക്ക് വേണ്ടിയിട്ട് തർപ്പണം ചെയ്യുവാൻ വേണ്ടിയിട്ട് ഗംഗയിൽ പോവുകയും ചെയ്തു. അതിൽ ദ്രൗപദി ഉണ്ടായിരുന്നു, ബാക്കിയുള്ള സ്ത്രീകളും ഉണ്ടായിരുന്നു. പിറകിലായിട്ട് ആ പാണ്ഡവരും നടന്നു പോകുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഗംഗയിലേക്ക് അവരെല്ലാവരും പോവുകയും പിന്നീട് തേനീയോദകം സർവേ വിലപ്യച്ചാദൃശം പുനാം അപ്ലുതാ ഹരിപാദാബ്ജ രജാപൂത സരിജലേ. ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നത് ഹരിപാദ അബ്ജ, ഹരിപാദത്തിൽ നിന്ന് വരുന്നതായിട്ടുള്ള ഗംഗാജലം തർപ്പണം ചെയ്യുവാൻ വേണ്ടിയിട്ട് പിതൃക്കൾക്ക് തർപ്പണം ചെയ്യുകയും അവരെ കുറിച്ച് അനുതപിക്കുകയും ചെയ്തുകൊണ്ട് എല്ലാവരും ഗംഗാ നദിയിൽ സ്നാനം ചെയ്തു. പ്രത്യേകമായിട്ടും ഈ ശ്ലോകത്തിൽ പറയുന്ന ഹരിപാദാബ്ജ രജ എന്ന് പ്രത്യേകമായിട്ട് പറയുന്നത്, അതായത് ഗംഗാജലം എന്ന് പറയുന്നത് ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ കഴുകി വന്നിരിക്കുന്നതും ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ നിന്ന് ഉത്ഭവിച്ചിരിക്കുന്നതും ഭഗവാന്റെ പാദരേണു പതിഞ്ഞിട്ടുള്ളതുമായിട്ടുള്ളത് കൊണ്ട് അതിവിശിഷ്ടമാണ് ഗംഗാജലം എന്ന് പ്രത്യേകമായിട്ട് ഈ ശ്ലോകത്തിൽ പറയുന്നു. ഭഗവാന്റെ പാദധൂളിയാൽ സമ്പന്നമാകുകയാൽ ഗംഗാജലം വളരെ പ്രാധാന്യമുള്ളതാണ് എന്ന് പ്രത്യേകമായിട്ട് ഈ ശ്ലോകത്തിൽ പറയുന്നു. അപ്പൊ അങ്ങനെ എല്ലാവരും ചേർന്നിട്ട് മരിച്ചു പോയിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് തർപ്പണം ചെയ്യുകയും അതുപോലെ അവരെല്ലാവരും ഗംഗയിൽ സ്നാനം ചെയ്യുകയും ചെയ്തു. അതിനുശേഷം എല്ലാവരും ചേർന്നിട്ട് യുധിഷ്ഠിര മഹാരാജാവ് അതുപോലെ ബന്ധുക്കളും കാന്താരിയും ധൃതരാഷ്ട്ര ഇവരെല്ലാവരും തന്നെ ശോകാധിക്യത്താൽ ആയിരുന്നു. അവരെ എല്ലാവരും തന്നെ ആശ്വസിപ്പിച്ചു. ശ്രീകൃഷ്ണ ഭഗവാനും അതുപോലെ തന്നെ ഋഷിമാരെല്ലാവരും ചേർന്നിട്ട് അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തതായിട്ടാണ് ഒന്നാമത്തെ 5 വരെയുള്ളതായിട്ടുള്ള ശ്ലോകങ്ങളിൽ പ്രധാനമായിട്ടും പറയുന്നത്. അപ്പൊ അതിൽ 5-ാമത്തെ ശ്ലോകത്തിൽ പ്രത്യേകമായിട്ടും പറയുന്നു യുധിഷ്ഠിര മഹാരാജാവ് അദ്ദേഹത്തിന്റെ ഈ ഇങ്ങനെയുള്ള രാജ്യം നഷ്ടപ്പെടാനും അതുപോലെ യുദ്ധം ഉണ്ടാകാനെല്ലാം ഉണ്ടായ കാരണം എന്ന് പറയുന്നത് ദുര്യോധനന്റെ പിടിവാശിയും അതുപോലെ സ്ത്രീകളെയും അതിൽ പ്രത്യേകമായിട്ട് അതിൽ പറയുന്നത്
പ്രത്യേകമായിട്ടും ദ്രൗപദിയെ ഉപദ്രവിച്ച കാര്യമാണ് പറയുന്നത്. അത് തന്നെയാണ് യുദ്ധത്തിലേക്ക് നയിച്ചത് എന്നും പ്രത്യേകമായിട്ട് പറയുന്നു. അതിന്റെ ഭാവാർത്ഥത്തിൽ ശ്രീല പ്രഭുപാദർ മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ട്. ആധ്യാത്മിക ജീവിതത്തിന്റെ സനാതന ധർമ്മത്തിന്റെ ഏറ്റവും അവിഭാജ്യമായിട്ടുള്ള ഘടകമാണ് ഒന്ന് ബ്രാഹ്മണരായിട്ടുള്ളവര്, രണ്ടാമത്തത് ഗോക്കൾ, മൂന്നാമതായിട്ട് സ്ത്രീകളും കുട്ടികളും അതുപോലെ വാർദ്ധക്യത്തിലുള്ള അല്ലെങ്കിൽ വൃദ്ധരായിട്ടുള്ള ഇത്രയും 5 പേരെയും വളരെ പ്രാധാന്യത്തോടു കൂടി സംരക്ഷിക്കേണ്ട കാര്യത്തെക്കുറിച്ചാണ് ശ്രീല പ്രഭുപാദർ പ്രത്യേകമായിട്ട് പറയുന്നത്. കാരണം ഇത് 5ഉം ഉണ്ടെങ്കിൽ മാത്രമേ വർണ്ണാശ്രമ വ്യവസ്ഥ അല്ലെങ്കിൽ സനാതന ധർമ്മത്തിന് നിലനിൽക്കുള്ളൂ എന്ന് വ്യക്തമായിട്ടും ശ്രീല പ്രഭുപാദർ പറയുന്നു. അതിൽ ആദ്യമായിട്ട് പറയുന്നത് ബ്രാഹ്മണരെ സംരക്ഷിക്കുക. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേവലം കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് അശ്വത്ഥമാവ് ബ്രഹ്മബന്ധുവാണ് എന്ന് പ്രത്യേകം പറഞ്ഞത് നമ്മൾ ഓർക്കേണ്ടതാണ്. കാരണം അദ്ദേഹം ഒരു ബ്രാഹ്മണന് ചേരാത്ത പ്രവൃത്തി ചെയ്തതുകൊണ്ട് പിന്നീടുള്ള എല്ലാ ശ്ലോകങ്ങളിലും പ്രത്യേകമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബ്രഹ്മബന്ധു എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. കാരണം ഒരിക്കലും ആ അശ്വത്ഥമാവിനെ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞിട്ടില്ല. കാരണം അദ്ദേഹം ഒരു ബ്രാഹ്മണനെ ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തി ചെയ്തതുകൊണ്ട് പിന്നീടുള്ള എല്ലാ ശ്ലോകങ്ങളിലും നമുക്ക് കാണാം ബ്രഹ്മബന്ധു എന്ന്, ഭഗവാനും ബ്രഹ്മബന്ധു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ ബ്രാഹ്മണ ജീവിതം നയിക്കുന്നവരെ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അതുപോലെ തന്നെ ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ള ഗോക്കളെ, നമുക്കറിയാം ഭഗവാന്റെ ധാമത്തിന്റെ പേര് ഗോലോകം. ഭഗവാൻ ജനിച്ചിരിക്കുന്നത് ഭഗവാന്റെ ധാമം ഗോകുലം. അതുപോലെ ഭഗവാൻ ഉയർത്തിയിരിക്കുന്ന പർവ്വതം ഗോവർദ്ധനഗിരി, ഭഗവാന്റെ ഇഷ്ടമായിട്ടുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഗോപികമാര്. അങ്ങനെ ഭഗവാന്റെ എല്ലാം തുടങ്ങുന്നതും ഗോയിൽ നിന്നാണ്. പിന്നെ ഭഗവാന്റെ പേര് ഗോവിന്ദ, ഗോപാലൻ, ഇങ്ങനെയുള്ള ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ളതാണ് ഗോക്കൾ എന്ന് പറയുന്നത്. ആ പശുക്കളെ സംരക്ഷിക്കേണ്ട കാര്യത്തെക്കുറിച്ചും പ്രത്യേകമായിട്ട് പറഞ്ഞിരിക്കുന്നു. പിന്നെ അതുകൂടാതെ സ്ത്രീകളുടെ സംരക്ഷണം വളരെ പ്രാധാന്യത്തെക്കുറിച്ചും ശ്രീല പ്രഭുപാദർ പറയുന്നു. കൂടാതെ കുട്ടികളായിട്ടുള്ളവരെയും സംരക്ഷിക്കേണ്ട കാര്യവും, അതുകൂടാതെ വൃദ്ധരായിട്ടുള്ള ആളുകളെ, പ്രായമേറിയിട്ടുള്ള ആളുകളെ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞുകൊണ്ട് പ്രഭുപാദർ പറയുന്നത്, അങ്ങനെ അവരെ ശരിയായ രീതിയിൽ ഭക്തിയോടുകൂടി അവരെ നമ്മൾ സേവനം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ജന്മത്തിന്റെ അവസാനത്തിൽ അവർക്ക് ഭഗവാനിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുകൊണ്ട് വൃദ്ധരായിട്ടുള്ളവരും പ്രായമുള്ളവരെയും എല്ലാം എപ്പോഴും ഭഗവത് കാര്യങ്ങളും പറഞ്ഞിട്ട് അവരെയും നല്ല രീതിയിൽ സൽക്കരിക്കണം എന്ന് പ്രഭുപാദർ വ്യക്തമായിട്ടും ഈ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനുശേഷമുള്ള ഭാഗത്തിലാണ് അതിനുശേഷം പറഞ്ഞിരിക്കുന്ന കാര്യം, യുധിഷ്ഠ മഹാരാജാവ് 3 അശ്വമേധ യജ്ഞങ്ങൾ നടത്തുകയുണ്ടായി. അതും ഭഗവാന്റെ നിർദ്ദേശപ്രകാരമാണ് ചെയ്തത്. അങ്ങനെ യുധിഷ്ഠ മഹാരാജാവ് ലോകത്തിലെ തന്നെ ചക്രവർത്തിയായി മാറുകയും ആരും തന്നെ എതിർക്കാനില്ലാതെ അത്രയും വലിയ അധികാരത്തോടുകൂടി യുധിഷ്ഠ മഹാരാജാവ് വാണരുളുകയും ചെയ്തു എന്ന് പ്രത്യേകമായിട്ടും പറയുന്നു. പിന്നെ പറയുന്നു അതിനുശേഷം ഭഗവാൻ ഈ യുദ്ധമെല്ലാം കഴിഞ്ഞു യുധിഷ്ഠ മഹാരാജാവിനെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചുകൊണ്ട് തൻ്റെ ധാമമായിട്ടുള്ള ദ്വാരകയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തി എന്ന് പ്രത്യേകം പറഞ്ഞു. അപ്പൊ അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഭഗവാൻ പിരിഞ്ഞ് പാണ്ഡവരുടെ അടുത്തു നിന്നും ഹസ്തിനപുരത്തിൽ നിന്നും പിരിഞ്ഞിട്ട് ദ്വാരകയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പുറപ്പെടുന്ന സമയത്ത് കൃഷ്ണദ്വൈപായന വ്യാസദേവനും അതുപോലെ ഋഷിമാരും എല്ലാം ചേർന്ന് ഭഗവാനെ പാദപൂജ ചെയ്യുകയും അതുപോലെ പാണ്ഡുപുത്രരെല്ലാം ചേർന്ന് ഭഗവാനെ ആനയിക്കുകയും ചെയ്തു എന്ന് പ്രത്യേകമായിട്ട് പറയും. അപ്പൊ അങ്ങനെ ഭഗവാൻ ദ്വാരകയിൽ പോകാൻ വേണ്ടിയിട്ട് തേരിൽ കയറി ഇരിക്കുന്ന ആ സമയത്താണ് ഭയത്തോടുകൂടി ഉത്തര ഓടി വരുന്നതായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചു. അപ്പൊ അങ്ങനെ ഇവിടെ പ്രത്യേകമായിട്ട് ആ ശ്ലോകം 8ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, അനന്തരം രഥത്തിൽ കയറി ദ്വാരകയിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങി നിൽക്കുന്ന സമയത്ത് ഭയവിഹ്വലയായി ഉത്തര തൻ്റെ നേരെ ഓടി വരുന്നതായിട്ട് ശ്രീകൃഷ്ണ ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചു. അപ്പൊ ഉത്തര എന്താ പറയുന്നത് എന്നുള്ളതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. ഇത് മനോഹരമായിട്ടുള്ള ഒരു ശ്ലോകമാണ്. ശ്രീമദ് ഭാഗവതത്തിൽ എല്ലാവരും പഠിക്കേണ്ട ഒരു ശ്ലോകം കൂടിയാണ്. പാഹി പാഹി മഹായോഗിൻ ദേവദേവാ ജഗത്പദേ നാന്യത്വം അഭയം പശ്യേ യത്ര മൃത്യു പരസ്പരം. പാഹി പാഹി മഹായോഗിൻ ദേവദേവാ ജഗത്പദേ നാന്യം ത്വദഭയം പശ്യേ യത്ര മൃത്യു പരസ്പരം.
വളരെ മനോഹരമായിട്ടുള്ള ശ്ലോകമാണ്. ഉത്തര ഓടിക്കൊണ്ട് വന്ന് കൈകൾ ഉയർത്തിക്കൊണ്ട് ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് പറയുകയാണ്, പാഹി പാഹി മഹായോഗിൻ. പാഹി എന്ന് പറഞ്ഞാൽ രക്ഷിക്കുക, രക്ഷിക്കണേ രക്ഷിക്കണേ. ആരെയാണ് പറയുന്നത്? മഹായോഗിൻ, മഹായോഗിയായിട്ടുള്ള ഭഗവാനെ. നമ്മൾ അറിയാം, ഭഗവത്ഗീതയിൽ പറയും, എത്ര യോഗേശ്വരോ കൃഷ്ണ എത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീ വിഷയോ ഭൂതി ധ്രുവാനിതിർമതിർമമ, അല്ലെ? അപ്പൊ അങ്ങനെ ഭഗവാൻ മഹായോഗി, യോഗികളിലും വെച്ചിട്ടുള്ള ഏറ്റവും വലിയ യോഗികളെ, യോഗികളുടെയും ഈശ്വരനായിട്ടുള്ള ആ ഭഗവാനെയാണ് ഇവിടെ പറയുന്നത്, പാഹി പാഹി മഹായോഗി. പിന്നെന്താണ് പറയുന്നത്? ദേവദേവ ജഗത്പദേ, ദേവദേവ, ദേവന്മാരുടെയും ദേവനായിട്ടുള്ള ഭഗവാനെയാണ് പറയുന്നത്, ദേവദേവ ജഗത്പദേ. ന അന്യത്വം അഭയം പശ്യേ എത്ര മൃത്യു പരസ്പരം. ഇവിടെ പ്രത്യേകമായിട്ട് ദേവദേവ ജഗത്പദേ. നമ്മൾക്കറിയാം, നമോ ദേവ ദാമോദര ആനന്ദ വിഷ്ണു, നമോ ദേവ ദാമോദര അനന്ത വിഷ്ണു എന്ന് നമ്മുടെ ദാമോദര അഷ്ടകത്തിൽ പാടുന്നത് പോലെ ദേവദേവ ജഗത്പദേ, അല്ലയോ ഭഗവാനെ ദേവദേവ. പിന്നെ എന്താണ് പറയുന്നത്? ജഗത്പദേ, ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമസ്തുതേ എന്ന് നമ്മൾ പാടാം. അപ്പൊ ഭഗവാന് പറയുന്നത് ദേവദേവ ജഗത്പദേ, ജഗത്തിന്റെ തന്നെ പതിയായിട്ടുള്ള, ജഗത്തിന്റെ തന്നെ ഈശ്വരനായിട്ടുള്ള, സർവനിയന്താവായിട്ടുള്ള ഭഗവാനെ. ന അന്യത്വം അഭയം പശ്യേ എത്ര മൃത്യു പരസ്പരം. ന അന്യം ത്വത് അഭയം പശ്യേ, അന്യം എനിക്ക് അങ്ങല്ലാതെ, ന അന്യം വേറെ ആരും തന്നെ ഇല്ല, അന്യൻ എന്ന് പറഞ്ഞാൽ വേറെ ആരും തന്നെ ഇല്ല, ത്വത് അഭയം പശ്യേ അങ്ങ് മാത്രമേ എനിക്ക് അഭയമായിട്ടുള്ളൂ, വേറെ ആരും തന്നെ എനിക്ക് അഭയം പ്രാപിക്കാനില്ല. എന്നെ മൃത്യുവിന്റെ കരാള ഹസ്തത്തിൽ നിന്ന് എത്ര മൃത്യു പരസ്പരം. ഈ ഭൗതിക ലോകത്തിന്റെ പ്രത്യേകതയാണ് പരസ്പരം എന്നതുകൊണ്ട് ദ്വന്ദ്വത്തെ കുറിച്ചാണ് പറയുന്നത്. എത്ര മൃത്യു പരസ്പരം. ഈ ലോകത്തിൽ ആരെങ്കിലും ജനിച്ചു കഴിഞ്ഞാൽ മരിക്കേണ്ടി വരും, ദുഃഖം സന്തോഷം ഇതെല്ലാം ഈ ലോകത്തിന്റെ ഭാഗമാണ്. അപ്പൊ ഇവിടെ പറയുകയാണ്, ഈ ദ്വൈത ലോകത്തിൽ, ഈ ദ്വന്ദ്വമായിട്ടുള്ള ഈ ലോകത്തിൽ എത്ര മൃത്യുവിന്റെ കരാളഹസ്തത്തിൽ നിന്നും എന്നെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ആർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ? സാക്ഷാൽ പരമപുരുഷനായിട്ടുള്ള, മഹായോഗിയായിട്ടുള്ള, ദേവദേവനായിട്ടുള്ള, ജഗത്പതയായിട്ടുള്ള ആ ഭഗവാന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നെ രക്ഷിച്ചാലും എന്ന് ഉത്തര ഓടിക്കൊണ്ടുവന്ന് ഭഗവാനെ അഭയം പ്രാപിക്കുന്നതാണ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, പാണ്ഡവരുടെ ബാക്കിയുള്ള എല്ലാവരും തന്നെ അവിടെ ഉണ്ടെങ്കിൽ കൂടി ഉത്തര പൂർണ്ണമായിട്ടും ഒരാൾ തന്നെ ആശ്രയിച്ചിരിക്കുന്നു, ഭഗവാനെ തന്നെ ആശ്രയിച്ചിരിക്കുന്നു. പാഹി പാഹി, വേറെ ആർക്കും തന്നെ രക്ഷിക്കാൻ പറ്റുകയില്ല എന്ന് ഉത്തര മനസ്സിലാക്കി. ഇങ്ങനെ അപകടം വന്ന ഒരവസ്ഥയിൽ പൂർണ്ണമായിട്ടും ഭഗവാനെ ശരണാഗതി പ്രാപിച്ചിരിക്കുന്നു. നമ്മൾ ഭഗവത്ഗീത എടുക്കുന്ന സമയത്ത് അവസാനത്തെ ശ്ലോകത്തിൽ സർവധർമാം പരിത്യജ മാമേകം ശരണം വ്രജ അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാശുജഗ എന്ന ശ്ലോകത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അനുകൂലസ്യ സങ്കല്പ പ്രതികൂലസ്യ വർജനം രക്ഷേഷിസ്യതി വിശ്വാസം ഗോപ്തൃത്വേ വരണം തഥാ. പിന്നെ ഇങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എന്താണ് ശരണാഗതി എന്ന് പറഞ്ഞാൽ? അതിൽ രക്ഷേഷിതി വിശ്വാസം, എല്ലാ സമയത്തും ഭഗവാൻ എന്നെ രക്ഷിക്കും എന്ന 100% ഉറച്ച ദൃഢവിശ്വാസമുള്ളവരെയാണ് ഇങ്ങനെ പറയുന്നത്. അപ്പൊ അവരാണ് ശരണാഗതിയിൽ ഒരു തരത്തിലുള്ള ശരണാഗതി എന്ന് പറയുന്നത്. അപ്പോൾ ഉത്തര അത്തരത്തിൽ ഭഗവാനെ പൂർണ്ണമായിട്ടും ശരണാഗതി പ്രാപിച്ച് വന്നിരിക്കുന്നു. അപ്പോ എന്താണ് എന്നിട്ട് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്? അഭിദ്രവതിമാമീശ ശരസ്താവതയോസോ വിഭോ കാമം ദഹതു മാം നാഥ മാമേ ഗർഭോ നിമത്യതാം. അപ്പൊ ഇവിടെ പ്രത്യേകമായിട്ട് പറയാം, അല്ലയോ ഭഗവാനെ അങ്ങ് സർവശക്തനാണ്. മാം ഈശ, ഈശ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മാം ഈശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവത്തിന്റെയും നിയന്താവായിട്ടുള്ള അല്ലയോ ഭഗവാനെ അങ്ങ് സർവശക്തനാണ്. ഈ ദിവ്യാസ്ത്രം എന്നെ അതിവേഗത്തിൽ താപത്തോടുകൂടി അതിവേഗത്തിൽ ഒരു ബ്രഹ്മാസ്ത്രം എന്റെ നേരെ വരുന്നുണ്ട്, തീവ്രമായിട്ടുള്ള അസ്ത്രം എന്റെ നേരെ വരുന്നുണ്ട്. അല്ലയോ വിഭോ, അല്ലയോ ഉത്കൃഷ്ട ഭഗവാനെ, അല്ലയോ ഭഗവാനെ വിഭോ, ആ കാമാസ്ത്രം എന്നെ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ തന്നെ പറയാണ്, ഉത്തര പറയുകയാണ്, ആ അസ്ത്രം എന്നെ ദഹിപ്പിച്ചു കൊള്ളട്ടെ, എന്നാൽ എന്റെ വയറ്റിലുള്ളതായിട്ടുള്ള ആ ഭ്രൂണത്തെ നശിപ്പിക്കാതിരിക്കാൻ അനുവദിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് എന്നോട് പ്രത്യേകമായിട്ടുള്ള കാരുണ്യം കാണിക്കണേ എന്ന് കാമന്തഹുത മാം നാഥ, ഭഗവാൻ പ്രത്യേകമായിട്ട് വിളിക്കുക, നാഥ എന്നിൽ പ്രത്യേകമായിട്ടുള്ള കാരുണ്യം ചൊരിഞ്ഞുകൊണ്ട് എൻ്റെ ഉള്ളിലിരിക്കുന്നതായിട്ടുള്ള ഈ ഭ്രൂണത്തെ അങ്ങ് രക്ഷിക്കണം എന്ന് പ്രത്യേകമായിട്ടും ഉത്തര ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതാണ്.
അതിമനോഹരമായിട്ടുള്ള ശ്ലോകങ്ങളാണ് ഈ ഉത്തരയുടെ പ്രാർത്ഥന. ശ്രീമദ് ഭാഗവതത്തിൽ 2 ശ്ലോകം മാത്രമേ ഉള്ളൂവെങ്കിൽ കൂടി പ്രാധാന്യമുള്ള ശ്ലോകമാണ്. കാരണം എല്ലാ അവസ്ഥയിലും നമ്മൾക്ക് വേറെ ഒന്നും രക്ഷയില്ല എന്ന ഒരു ബോധ്യത്തോടു കൂടി പൂർണ്ണമായിട്ടും ഭഗവാനെ ശരണാഗതി പ്രാപിച്ചിരിക്കുന്നു ഉത്തര. ഇതാണ് ഇതിന്റെ ശരണാഗതിയെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമാണ് ഉത്തരയുടെ പ്രാർത്ഥന എന്ന് പറയുന്നത്. കാരണം പാണ്ഡവരായിട്ടുള്ള ബാക്കിയുള്ള പഞ്ചപാണ്ഡവന്മാരും അടുത്തു തന്നെ ഉണ്ടെങ്കിലും ആ ഭഗവാനെ പൂർണ്ണമായിട്ടും ശരണാഗതി പ്രാപിച്ചുകൊണ്ട് ഉത്തര ഭഗവാനോട് കേണ് പറയുന്നതാണ് ഈ നമ്മൾ ഈ കണ്ടിരിക്കുന്ന ഈ 2 ശ്ലോകങ്ങൾ. അപ്പൊ അതിൽ പ്രധാനമായിട്ടും പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗത്പതേ നാന്യം തുതഭയം പശ്യേ എത്ര മൃത്യു പരസ്പരം. ഈ ശ്ലോകം എല്ലാവരും പഠിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പൊ അങ്ങനെ ഉത്തര ഈ മനോഹരമായിട്ടുള്ള ഈ പ്രാർത്ഥന കേവലം 2 ശ്ലോകത്തിലായിട്ട് പറയുമ്പോഴേക്കും ഭഗവാന് കാര്യം യഥാർത്ഥത്തിൽ മനസ്സിലായി. അപ്പൊ അടുത്ത ശ്ലോകത്തിൽ സൂത മഹർഷി പറയുകയാണ്, ആ ഭക്തന്മാരോട് സദാ പ്രീതിയുള്ള ശ്രീകൃഷ്ണ ഭഗവാൻ അവരുടെ വചനങ്ങൾ ക്ഷമാപൂർവം കേൾക്കുകയും പിന്നെ ദ്രോണപുത്രനായ അശ്വത്ഥാമാവ് വീണ്ടും എന്താണ് പാണ്ഡവ വംശത്തിലെ അവസാനത്തെ ജീവനെയും നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു എന്നും ഭഗവാൻ മനസ്സിലാക്കി. അപ്പൊ ഇങ്ങനെ കരച്ചൽ ഇങ്ങനെയുള്ള പ്രാർത്ഥന കേട്ടപ്പോൾ തന്നെ ഭഗവാന് കാര്യം മനസ്സിലാവുകയും അതിന് വേണ്ടുന്നതായിട്ടുള്ള പ്രതിവിധി ഭഗവാൻ ചെയ്യുകയും ചെയ്യും. അപ്പൊ പറയുകയാണ്, ഇപ്പൊ ഇവിടെ പ്രത്യേകമായിട്ട് അടുത്ത ശ്ലോകത്തിൽ പറയുകയാണ്, ആ തേജസാർന്ന ബ്രഹ്മാസ്ത്രം അവർക്ക് അഭിമുഖമായിട്ട് വരുന്നത് ദർശിച്ച പാണ്ഡവരും അവരുടെ ആയുധങ്ങൾ എടുത്തിട്ട് ഇതിനെ തടുത്തു നിർത്താൻ വേണ്ടിയിട്ട് തയ്യാറായി എന്ന് പ്രത്യേകം പറയുന്നു. അപ്പൊ ഇങ്ങനെ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ച സമയത്ത് ഭഗവാൻ എന്താണ് ചെയ്തത്? പരമപുരുഷനായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാൻ തന്റെ ശുദ്ധാത്മാക്കൾക്ക് സംഭവിക്കാൻ പോകുന്നതായിട്ടുള്ള മഹാവിപത്തിനെ ഓർത്തുകൊണ്ട് സുദർശനേന ശസ്ത്രേണ സ്വാനാം രക്ഷ വ്യഥാതിഥു എന്ന് പ്രത്യേകമായിട്ട് പറയുന്നു. പൂർണ്ണമായിട്ടും ഭക്തന്മാരുടെ രക്ഷകനായിട്ടുള്ള ഭഗവാൻ സുദർശന ചക്രം ഉപയോഗിച്ചുകൊണ്ട് ആ ബ്രഹ്മാസ്ത്രത്തെ തടുക്കുകയും അതുപോലെ തന്നെ അന്തസ്ഥ സർവഭൂതാനാം ആത്മാ യോഗേശ്വരോ ഹരി, അന്തസ്ഥനായിട്ടുള്ള സ്വന്തം എല്ലാവരുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നതായിട്ടുള്ള പരമാത്മാവായിട്ടുള്ള ഭഗവാൻ, ആ ഭഗവാൻ തന്നെ സ്വയം സ്വമായയാ വൃണോദ്ഗർഭം വൈരാത്യേ കുരു തന്തവേ. അതായത് ആ എല്ലാവരുടെയും ഉള്ളിലുള്ളതായിട്ടുള്ള പരമാത്മാവായിട്ടുള്ള ഭഗവാൻ ആ ഉത്തരയുടെ ഗർഭത്തിലുള്ളതായിട്ടുള്ള ആ ഭ്രൂണത്തിനെ ആവരണം ചെയ്തുകൊണ്ട് അതിനെ രക്ഷിക്കുകയും ചെയ്തു എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന പരീക്ഷിത് മഹാരാജാവിനെ ഉത്തരയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ ഭഗവാൻ പൂർണ്ണമായിട്ടും അതിനെ സ്വശക്തിയാൽ വലയം ചെയ്തുകൊണ്ട് സംരക്ഷിച്ചു ഈ വരുന്നതായിട്ടുള്ള ബ്രഹ്മാസ്ത്രത്തിന്റെ പ്രയോഗത്തിൽ നിന്ന്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ബ്രഹ്മാസ്ത്രത്തിന്റെ പ്രയോഗം എന്ന് ശ്രീല പ്രഭുപാദർ അതിനകത്ത് വിശദമാക്കിയിട്ടുണ്ട്. ആ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു കഴിഞ്ഞാൽ ആരെയാണോ വധിക്കേണ്ടത് അദ്ദേഹത്തിനെ മാത്രമേ വധിക്കുകയുള്ളൂ. അല്ലാതെ ലോകത്തെ ഇന്നത്തെ ന്യൂക്ലിയർ ബോംബ് പോലെ എല്ലാവരെയും കൊന്നൊടുക്കുന്നതായിട്ടുള്ള രീതിയിൽ വളരെ പ്രസിഷനോടുകൂടി ആരെയാണോ അത് ദഹിപ്പിക്കേണ്ടത്, ആരെയാണോ നശിപ്പിക്കേണ്ടത് അതിനെ മാത്രം നശിപ്പിക്കാൻ പാകത്തിനാണ് ഇത്തരത്തിലുള്ള ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുന്നത്. ഇവിടെ പാണ്ഡവരായിട്ടുള്ള 5 പേർക്ക് നേരെയും അതുപോലെ തന്നെ ഉത്തരയുടെ ഗർഭത്തിലുള്ള പരീക്ഷിത് മഹാരാജാവിനെയും നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചത്. അങ്ങനെ ഭഗവാൻ ഈ ശ്ലോകത്തിൽ പറഞ്ഞതുപോലെ സ്വയം ആവൃതമാക്കിക്കൊണ്ട് ഈ പരീക്ഷിത് മഹാരാജാവിനെ ഗർഭാവസ്ഥയിൽ തന്നെ രക്ഷിച്ചു. ഭഗവാൻ പരീക്ഷിത്തിനെ അടുത്ത തലമുറയിലേക്ക് അവരുടെ പരമ്പരയെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തു എന്ന് പ്രത്യേകമായിട്ട് പറയുന്നത് ആശ്ചര്യകരമായിട്ടുള്ള കാര്യമാണ് എന്നും ഭഗവാൻ ഈ പ്രത്യേകമായിട്ട് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. സൂത ഗോസ്വാമിയും പറയുന്നുണ്ട് ഇത് വളരെ പ്രത്യേക അതീവ രഹസ്യമായിട്ടുള്ള കാര്യമാണ് ഈ ചെയ്തിരിക്കുന്നത് എന്നും പ്രത്യേകമായിട്ട് പറയുന്നു. അപ്പൊ അതിനുശേഷം ഇവരെല്ലാവരും തന്നെ ഇങ്ങനെയുള്ള വലിയ ഒരു അപകടത്തിൽ നിന്നും ഭഗവാൻ രക്ഷിച്ച ആ സമയത്ത് എല്ലാവരും ചേർന്നിട്ട് സ്വവസതിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുള്ള ഭഗവാനെ ഇങ്ങനെ ആ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് അതിമനോഹരമായിട്ടുള്ള പ്രാർത്ഥന മഹാറാണി കുന്തിദേവി അതിമനോഹരമായിട്ടുള്ള സ്തുതിയിലേക്ക് കൂടി ഭഗവാനെ സ്തുതിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പൊ ഇങ്ങനെ ഭഗവാൻ ഇത്രയെല്ലാം ചെയ്ത് ഇവരെയെല്ലാം രക്ഷിച്ചു തന്റെ സ്വവസതിയായിട്ടുള്ള ദ്വാരകയിലേക്ക് പോകാൻ നേരത്ത് തേരിൽ കയറിയിരിക്കുന്ന സമയത്ത്
കുന്തി ദേവി അതിമനോഹരമായിട്ടുള്ള ശ്ലോകത്തിൽ കൂടി അതിമനോഹരമായിട്ടുള്ള സ്തുതിയിൽ കൂടി ഭഗവാനെ സ്തുതിക്കുന്നതാണ് നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് കിട്ടും. കുന്തിദേവി ആ തേരിലിറങ്ങി പോകാൻ വേണ്ടി നോക്കുന്ന ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നതായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള സ്തുതി. അപ്പൊ ഈ സ്തുതി എല്ലാവരും പഠിക്കുന്നത് വളരെ നല്ലതാണ്. വളരെ എളുപ്പമുള്ള സ്തുതിയാണ് മറ്റ് സ്തുതികളെ അപേക്ഷിച്ച്. ഉദാഹരണത്തിന് ഗജേന്ദ്ര സ്തുതി, പിന്നീട് ധ്രുവസ്തുതി, അതുപോലെ തന്നെ പ്രഹ്ലാദ സ്തുതി, അതുപോലെ ഭീഷ്മസ്തുതി, ഇങ്ങനെയുള്ള പ്രധാനമായിട്ടുള്ള 5 സ്തുതികളിൽ ഏറ്റവും എളുപ്പം പഠിക്കാൻ വേണ്ടിയിട്ട് കുന്തി മഹാറാണിയുടെ ഈ സ്തുതിയാണ്. അപ്പൊ ആ സ്തുതി എന്ന് പറയുന്നതിന് മുമ്പായിട്ട് എന്താണ് സാധാരണഗതിയിൽ, ഇത് കുന്തി മഹാറാണിയുടെ പ്രാർത്ഥനയാണ്, യഥാർത്ഥത്തിൽ ഭഗവാനോട് ചെയ്യുന്നതായിട്ടുള്ള പ്രാർത്ഥനയാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഒരു പ്രാർത്ഥന എന്നതിനെ സംബന്ധിച്ച് നമുക്കൊരു ചെറിയൊരു അവബോധം ഉണ്ടാകുന്നത് നല്ലതാണ്. അപ്പൊ എല്ലാ പ്രാർത്ഥനകളും നമ്മൾ കേൾക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും, പ്രത്യേകിച്ചും ശ്രീമദ് ഭാഗവതത്തിലുള്ള സ്തുതികൾ, അതുപോലെ നമ്മൾ ദാമോദരാഷ്ടകം നമ്മൾ പാടാറുണ്ട്. എന്നാൽ ഈ സ്തുതികളിലെല്ലാം തന്നെ പ്രത്യേകമായിട്ടുള്ള അന്തർലീനമായിരിക്കുന്ന വസ്തുതകൾ എന്തൊക്കെ എന്നതിനെ കുറിച്ച് നമ്മൾ ജനറലി ഒരു പ്രാർത്ഥനയ്ക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ്. പ്രധാനമായിട്ടും എല്ലാ പ്രാർത്ഥനകൾക്കും ഉണ്ടായിരിക്കുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യം ആദ്യം തന്നെ ഭഗവാനെ നമസ്കരിക്കുക എന്നതാണ്. ഉദാഹരണത്തിന് നമ്മൾ ദാമോദരാഷ്ടകത്തിൽ നമാമി ഈശ്വരം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ഇവിടെ കുന്തി മഹാറാണി തുടങ്ങുന്ന നമസ്തേ പുരുഷം ത്വാദ്യം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അതുപോലെ യോന്തപ്രവിശ്യമമാജമിമാം പ്രസുത്താം സഞ്ജീവയത്യഖില ശക്തിധരസ്വതാം അന്യാംശ ഹസ്ത ശ്രവണത്വഗാദീൻ പ്രാണാം നമോ ഭഗവതേ പുരുഷായ തുഭ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്തുതി തുടങ്ങുന്നത്, ധ്രുവസ്തുതി തുടങ്ങുന്നത്. പിന്നെ ഗജേന്ദ്ര സ്തുതി തുടങ്ങുന്നത് ഗജേന്ദ്ര ഉവാച ഓം നമോ ഭഗവതേ തസ്മൈ യഥേതച്ഛിദാത്മകം പുരുഷായ ആദിബീജായ പരേശായാഭിധീമഹി എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും ആ ഭഗവാനെ സ്തുതിച്ചുകൊണ്ടുള്ള മംഗളാചരണത്തോടു കൂടി, അല്ലെ ഭഗവാനെ നമസ്കരിച്ചുകൊണ്ടുള്ള മംഗളാചരണത്തോടു കൂടിയാണ് എപ്പോഴും പ്രാർത്ഥനകൾ ആരംഭിക്കുന്നത്. ഇത് കേവലം നമ്മൾ സ്തുതികൾ ബാക്കിയുള്ള ഗ്രന്ഥങ്ങളിൽ നിന്ന് മാത്രമല്ല, നമ്മളും ഇത് ഭഗവാനെ എപ്പോഴും സ്തുതിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് ചെയ്യേണ്ടതാണ് ഭഗവാനോടുള്ള നമസ്കരിക്കുക എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട്. ഇപ്പൊ നമ്മൾ ഒന്നാമതായി കാണാൻ നമാമി ഈശ്വരം സച്ചിദാനന്ദ രൂപം. ഇവിടെ കുന്തി മഹാറാണിയുടെ ശ്ലോകം തുടങ്ങുന്നത് നമ്മൾ വിശദമായിട്ട് പിന്നീട് പറയാം. നമസ്തേ പുരുഷം ത്വാദ്യം ഈശ്വരം പ്രകൃതേ പരം എന്ന് പറയാം. അപ്പൊ ആദ്യം തന്നെ ഭഗവാനെ നമസ്കരിക്കുന്നതാണ് ഒരു പ്രാർത്ഥനയുടെ തുടക്കം എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് ആ ഒരു പ്രാർത്ഥനയിൽ എപ്പോഴും ഉണ്ടാകുന്നത് ഈ ഭഗവാനോടുള്ള സ്തുതിയാണ് ഉണ്ടാകുക. എപ്പോഴും ഭഗവാനെ നമ്മൾ പരമപുരുഷനായിട്ടും ഭഗവാൻ ദേവദേവ, ഉദാഹരണത്തിന് നമ്മൾ ഇപ്പൊ തന്നെ കണ്ടല്ലോ ഉത്തരയുടെ സ്തുതിയിൽ തന്നെ പാഹി പാഹി മഹായോഗി, അവിടെ തന്നെ സ്തുതിച്ചു മഹായോഗി, ദേവദേവ വീണ്ടും സ്തുതിച്ചു ദേവദേവ, ജഗത്പദേ അഗൈൻ ഭഗവാനെ സ്തുതിച്ചു. അങ്ങനെ എല്ലാ ശ്ലോകങ്ങളും നമ്മൾ എല്ലാ സ്തുതികളും നമ്മൾ ചോദിച്ചു മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് കാണാൻ പറ്റും അവിടെയെല്ലാം ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്യുന്നതായിട്ട് ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് പിന്നീട് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതാണ് രണ്ടാമതായിട്ടുള്ള, എപ്പോഴും ഭഗവാനെ സ്തുതിക്കണം. നമ്മൾ പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ എപ്പോഴും നമ്മൾ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടേയിരിക്കണം. ദേവദേവ ജഗത്പദേ ഗോപേശ ഗോപിക കാന്ത രാധാ കാന്ത നമസ്തുതേ ഇങ്ങനെ എപ്പോഴും പറഞ്ഞ് ആ ഭഗവാൻ ഹേ ഗോപാലക ഹേ കൃപാജലനിധേ ഹേ സിന്ധു കന്യാപദേ ഹേ കംസാന്തക ഹേ ഗജേന്ദ്ര കരുണാപാരീണ ഹേ മാധവ എന്നിങ്ങനെ പറഞ്ഞിട്ടാണ് മുകുന്ദമാലയിൽ ഭഗവാനെ സ്തുതിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് സ്തുതികളുണ്ട്. അതെല്ലാം തന്നെ ഭഗവാനെ ആദ്യം ഭഗവാനെ നമസ്കരിക്കുന്നതായിട്ടും പിന്നീട് ആ ഭഗവാനെ നമ്മൾ സ്തുതിക്കുന്നത് നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ സ്തുതി പാടി ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്നതാണ് രണ്ടാമതായിട്ടുള്ള ഒരു സ്തുതിയിൽ കാണാൻ പറ്റുന്ന കണ്ടന്റ് എന്ന് പറയുന്നത്. പിന്നീട് നമുക്ക് കാണാൻ പറ്റുന്നതാണ് എപ്പോഴും ഈ നമ്മൾ ഫർഗീവ്നെസ്, നമ്മളെപ്പോഴും ഭഗവാനോട് നമ്മൾ മാപ്പപേക്ഷിക്കുന്നതായിട്ടുള്ള ഒരു കാര്യം. എപ്പോഴും നമ്മൾ ചെയ്തിരിക്കുന്ന തെറ്റിനെ കുറിച്ചും നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള അപരാധത്തെ കുറിച്ചും എല്ലാം പറഞ്ഞിട്ട് ഭഗവാനോട് നമ്മളെപ്പോഴും ആ ഭഗവാനോട് നമ്മൾ മാപ്പ് പറയുന്നതായിട്ടുള്ള ഫർഗീവ്നെസ്, നമ്മൾ ചെയ്തിരിക്കുന്ന തെറ്റുകളെ കുറിച്ചും
അതുപോലെ ഇങ്ങനെയെല്ലാം നമ്മുടെ ഒരു അവസ്ഥയെക്കുറിച്ച് എപ്പോഴും പറഞ്ഞിട്ട് പോരാത്തതിന് നമ്മൾ വായിക്കുന്നതിലും തെറ്റുണ്ട്, അക്ഷരങ്ങളിൽ ഛന്ദസ്സൊന്നും ശരിയല്ല, മീറ്റർ നമ്മൾ സംസ്കൃതത്തിൽ പ്രത്യേകിച്ച് മീറ്റർ ഒന്നും ശരിയല്ലാതെയൊക്കെയാണ് നമ്മൾ വായിക്കുന്നതൊക്കെ. അപ്പൊ അതിനകത്ത് ഒരുപാട് പോരായ്മകളുണ്ട് നമ്മൾ ചെയ്യുന്നതിലും. അപ്പൊ അതിനെല്ലാം വേണ്ടിയിട്ട് ഭഗവാനോട് പ്രത്യേകമായിട്ട് ക്ഷമ ചോദിക്കുന്നതിനാണ് ഫോർഗീവ്നെസ്. എപ്പോഴും നമ്മൾ ആ ഭഗവാനോട് ഇങ്ങനെല്ലാം പറ്റിയിട്ടുണ്ട്, ജനാർദ്ദന ഭഗവാനെ ഇങ്ങനെ ചെയ്യുന്നതിൽ ഇങ്ങനെ പോരായ്മകളൊക്കെ വന്നിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണേ എന്നിങ്ങനെയുള്ളതായിട്ടുള്ള സ്തുതികളെ എല്ലാ സ്തുതികളിലും നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് ഉള്ള ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഹ്യൂമിലിറ്റി, നമ്മളെ ഒരു നമ്രത കാണിക്കുന്നത് ഭഗവാനോട്. നമ്മൾ പറയുമ്പോൾ ഞാനൊരു പാപിയാണ്, ഞാൻ അല്ലെങ്കിൽ ഞാനൊരു ദീനബന്ധു. നമ്മൾ കഴിഞ്ഞ ദാമോദരാഷ്ട്രത്തിൽ ഏത് ശ്ലോകത്തിൽ ആ ശ്ലോകത്തിൽ ദീന എന്ന് പറഞ്ഞിട്ട് സ്തുതിക്കുന്നത് ഏത് ഭാഗം? ഓക്കെ. അപ്പൊ നമ്മൾ ദീനനാണ്, ദീനബന്ധോ ജഗത്പദേ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ പറയുന്ന സമയത്ത്, ഭഗവാനെ സ്തുതിക്കുന്ന സമയത്ത് എപ്പോഴും നമ്മളെ കുറച്ച് താഴ്ന്നിട്ട് പറയുന്നതിനെയാണ് നമ്മൾ പറയുന്നത്. എപ്പോഴും പറയുന്നത് ദീനബന്ധോ ജഗത്പദേ, ഞാൻ ഒരു ദീനനാണ് എന്ന് നമ്മൾ ദാമോദരാഷ്ടകത്തിലും നമ്മൾ ശ്ലോകത്തിലാണത്. യെസ്, നമോ ദേവ ദാമോദര ആനന്ദ വിഷ്ണു പ്രസീത പ്രഭോ ദുഃഖ ജലാപ്തിതം മഗ്നം, അല്ലെ? കൃപാ ദൃഷ്ടി വൃഷ്ട്യാദി ദീനം ബദാൻ. അവിടെ പ്രത്യേകമായിട്ട് ദീനനായിട്ടുള്ള എനിക്ക് പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കണേ എന്ന് പറയാം. അപ്പൊ എപ്പോഴും ആ ഭക്തന്മാരായിട്ടുള്ള ആളുകൾ, ഭഗവാന്റെ കാരുണ്യം ആഗ്രഹിക്കുന്ന ആളുകൾ എപ്പോഴും ചെയ്യുന്ന കാര്യമാണ് ഞാനൊരു ഭഗവാന്റെ ഒരു ദാസനാണ്, ദാസാനുദാസൻ എന്ന രീതിയിലാണ് എപ്പോഴും പറയുന്നത്. ഇതൊരു ക്വാളിറ്റിയാണ് ഭക്തന്മാരുടെ. എപ്പോഴും നമ്മൾ ആ ഒരു ഹ്യൂമിലിറ്റിയോടുകൂടി, മീക്നെസ്സോടുകൂടി ഭഗവാനെ സമീപിക്കുന്നതിനെ, എപ്പോഴും വിനയത്തോടുകൂടിയും വളരെ നമ്രതയോടുകൂടിയിട്ടും ആ ഭഗവാന്റെ അടുത്ത് പറയുന്നതിനെയാണ് പറയുന്നത് നമ്മുടെ തന്നെ ഒരു ദീനനാണ് എന്ന് പറയുന്നത് പോലെ, അല്ലെ? ഇങ്ങനെ എല്ലാ ശ്ലോകങ്ങളിലും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഭഗവാനോട് ചില ബെനഡിക്ഷൻസ്, ചില വരം ചോദിക്കും. ഈ വരം എന്താണ് എന്നുള്ളതും നമ്മൾ ദാമോദരാഷ്ടകത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം പറഞ്ഞ് ഭഗവാൻ എല്ലാം സ്തുതിച്ചു കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്തെങ്കിലും ഒരു വരം ചോദിക്കണം. ഭഗവാൻ അത് വളരെ ഇഷ്ടമാണ്. പക്ഷെ എന്ത് ചോദിക്കുന്നു എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. എന്താണ് ചോദിക്കുന്നത്? ഇവിടെ പരം ദേവ മോക്ഷം ന മോക്ഷാവതിം വ നചാന്യം വൃണേഹം വ രക്ഷാദപിക. എനിക്ക് ആകപ്പാട് ഒരു വരം മാത്രമേ വേണ്ടൂ. എന്താണ് വരം? സദാമേ മനസ്യാവി രസ്താം കിമനെ. എപ്പോഴും എൻ്റെ മനസ്സിൽ ഭഗവാൻ ഉണ്ടായിരിക്കണേ, ആ ഭഗവാന്റെ ദാമോദര ഭഗവാന്റെ ലീല ഉണ്ടായിരിക്കണേ എന്നാണ് സത്യവ്രത മുനി ചോദിച്ച വരം. അപ്പോ നമ്മൾക്ക് ഓരോരുത്തർക്കും ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോൾ ഓരോ വരം ചോദിക്കണം. എന്തായിരിക്കണം ആ വരം? ജനറലി ഭക്തന്മാരായിട്ടുള്ളവർ എപ്പോഴും ചോദിക്കുന്ന വരം എന്നും ഭഗവത് സേവ ചെയ്യാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും എന്നും ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്യാനും എന്നും ഭഗവത് കഥകൾ കേൾക്കാൻ വേണ്ടിയിട്ടുമുള്ള ആഗ്രഹമാണ് യഥാർത്ഥത്തിൽ ഭക്തന്മാരായിട്ടുള്ള ആളുകൾ ചോദിക്കുന്നതായിട്ടുള്ള വരം. ബദ്ധേനാഞ്ജലീന നദേന ശിരസാഗാത്രേ സർവമോദ്ഗമേ എന്ന് പറഞ്ഞുകൊണ്ട് കുലശേഖര രാജാവ് പാടിയിട്ടുണ്ട്. എപ്പോഴും ഭഗവത് കാര്യങ്ങൾ പാടുകയും ഭഗവത് കഥകൾ കേൾക്കുകയും അതിൽ നിന്നും കണ്ണീരുണ്ടാവുകയും സ്വരഗദ്ഗതം ഉണ്ടാവുകയും രോമാഞ്ചം ഉണ്ടാവുകയും ചെയ്ത് സതതാം സമ്പത്യതാം ജീവിതം, നമ്മുടെ ജീവിതം എപ്പോഴും ഇങ്ങനെ മുമ്പോട്ട് പോകണേ അല്ലയോ ഭഗവാനെ എന്നതാണ് കുലശേഖര രാജാവ് ആ സ്തുതിയിൽ ഭഗവാനോട് ആവശ്യപ്പെട്ടത്. അപ്പൊ അങ്ങനെ ഓരോ ആളുകളും ഓരോ രീതിയിലാണ് ഭഗവാനോട് വിവിധ രീതിയിലുള്ള എന്താണ് വരം ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മളും പ്രാർത്ഥിക്കുന്ന സമയത്ത് ഭഗവാനോട് ചില വരങ്ങളെല്ലാം ചോദിക്കുന്നത് ഭഗവാൻ ഇഷ്ടമാണ്. അപ്പൊ എന്ത് ചോദിക്കുന്നു എന്നുള്ളത് ഓരോരുത്തരുടെയും ഇഷ്ടമാണ്. അപ്പൊ തീർച്ചയായിട്ടും ഭക്തന്മാരായിട്ടുള്ള ആളുകൾ എപ്പോഴും ചോദിക്കുന്ന അല്ലയോ ഭഗവാനെ എപ്പോഴും അങ്ങയുടെ സേവനം ചെയ്ത് ജീവിക്കാൻ പറ്റണേ, ഇങ്ങനെയുള്ളതായിട്ടുള്ള അവിടുത്തെ പാതാരബിന്ദങ്ങളിൽ എന്നും പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടും അവിടുത്തെ സ്തുതികൾ കേൾക്കാനും എപ്പോഴും സാധിക്കണേ, അവിടുത്തെ ഭക്തന്മാരുമായിട്ട് സംഘം ചേരാൻ വേണ്ടിയിട്ട് സാധിക്കണേ. ഹരേ കൃഷ്ണ, കേൾക്കുന്നുണ്ടോ? ഇൻ ബിറ്റ്വീൻ ഡിസ്കണക്ട് ആയിപ്പോയി.
കേൾക്കാം. കേൾക്കാം. അപ്പൊ ലാസ്റ്റ് പറഞ്ഞ ഭാഗം കേട്ടിട്ടുണ്ടോ? നമ്മള് ഭഗവാനോട് വരം ചോദിക്കുന്ന കാര്യത്തെ കുറിച്ചാണ് പറഞ്ഞത്. അത് കേട്ടിട്ടുണ്ടായിരുന്നോ? കേട്ടിരുന്നു. ഓക്കെ. അപ്പൊ പ്രധാനമായിട്ടും ഒരു പ്രാർത്ഥനയിൽ ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ഒന്ന്, എപ്പോഴും ഭഗവാനെ നമസ്കരിക്കുന്നതായിട്ടുള്ള കാര്യം. രണ്ടാമതായിട്ട് ഭഗവാനെ സ്തുതിക്കുന്ന കാര്യം. മൂന്നാമതായിട്ട് ഭഗവാനോട് നമ്മളെപ്പോഴും ഭഗവാനോട് മാപ്പപേക്ഷ ചെയ്യുന്നതായിട്ട്, ക്ഷമ ചോദിക്കുന്നതായിട്ടും, അപരാധങ്ങളിൽ നമ്മൾ വിചാരിക്കരുത് നമ്മൾ അപരാധമൊന്നും ചെയ്യാത്ത ആളുകളാണ്. നമ്മളെപ്പോഴും അപരാധങ്ങൾ ചെയ്യുകയും ഭക്തന്മാരെ നിന്ദിക്കുകയും അതുപോലെ മറ്റുള്ളവരെ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ അതിന് നമ്മൾ എല്ലാ ദിവസവും ഭഗവാനോട് ക്ഷമാപണം ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും നമ്മുടെ അവസ്ഥ ഭഗവാനോട് കാട്ടിക്കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം ഈ ഭൗതിക സാഗരത്തിൽ നമ്മളെപ്പോഴും ദീനനായി വീണിരിക്കുകയാണ്. അപ്പൊ അല്ലയോ ഭഗവാൻ, ഈ ദീന അവസ്ഥയിൽ നിന്നും എന്നെ രക്ഷിക്കണേ. അതിന് വേറെ ആർക്കും സാധിക്കില്ല. സാധിക്കുന്നത് സാക്ഷാൽ ഭഗവാന് മാത്രമേ ഉള്ളൂ. ഇവിടെ പ്രത്യേകമായിട്ട് പറഞ്ഞിരിക്കുന്നല്ലോ, കൃപാദൃഷ്ടി വൃഷ്ട്യാദി ദീനം വദാനം, അല്ലെ? എപ്പോഴും എൻ്റെ മേൽ കൃപ ചൊരിയണേ, ഞാനൊരു ദീനനാണ് എന്നിങ്ങനെ ഭഗവാന്റെ അടുത്ത് നമ്മുടെ അവസ്ഥ, ശരിയായിട്ടുള്ള അവസ്ഥയെ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പറയുന്നത്, ഇങ്ങനെ പറയുന്നത് ഹ്യൂമിലിറ്റി, മീക്ക്നെസ് എന്ന് പറയുന്നത്. പിന്നെ അഞ്ചാമതായിട്ടാണ് എപ്പോഴും നമ്മൾ വരം ചോദിക്കുന്നത് ഭഗവാനോട്. എപ്പോഴും നമ്മൾക്ക് എന്താണ് ഇഷ്ടം ഭഗവാന്റെ അടുത്ത് നിന്ന് കിട്ടാനുള്ളത്, ഇത്രയും നമ്മൾ ചോദിക്കുന്നത് ഭഗവാൻ ഇഷ്ടമാണത് തരികയും ചെയ്യും. അപ്പോൾ ചോദിക്കുന്നത് ഭക്തന്മാരായിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും നമ്മൾ വില കൂടിയത് എന്തെങ്കിലുമേ ചോദിക്കാൻ പാടുള്ളൂ. കുറഞ്ഞ ചെറിയ കാര്യങ്ങൾ, താൽക്കാലികമായിട്ടുള്ള വസ്തു ചോദിച്ചിട്ട് അതിനെന്താണ് കാര്യമുള്ളത്? അപ്പോൾ എന്താണ് ഏറ്റവും വില കൂടിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവത് പ്രേമമാണ് ഏറ്റവും വലുതായിട്ടുള്ളത്. ഏറ്റവും വില കൂടിയുള്ള വസ്തു എന്ന് പറയുന്നത് ശ്രീകൃഷ്ണ ഭഗവാന്റെ പാതാരബിന്ദങ്ങളിലുള്ള പ്രേമഭക്തിയാണ് ഏറ്റവും വില കൂടിയത് ഈ ലോകത്തിൽ. എന്നാൽ അത് ഭഗവാൻ അങ്ങനെ എല്ലാവർക്കും കൊടുക്കുകയുമില്ല. വളരെ അപൂർവമായിട്ട് മാത്രമേ ഭഗവാൻ ശുദ്ധമായിട്ടുള്ള പ്രേമഭക്തി കൊടുക്കുകയുള്ളൂ. നമ്മൾ എളുപ്പത്തിൽ അത് കിട്ടും എന്ന് വിചാരിക്കാനും പാടില്ല. എന്നാൽ നമ്മൾ എപ്പോഴും അതിന് ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അതാണ് ഭഗവാനോട് എപ്പോഴും ചോദിച്ചുകൊണ്ടേയിരിക്കണം എന്ന് പ്രത്യേകമായിട്ട് പറയുന്നു. ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഒരു പ്രാർത്ഥനയിൽ, നമ്മുടെ വീട്ടിലായാലും നമ്മൾ ഇനി അമ്പലത്തിൽ പോയി കഴിഞ്ഞാലും എപ്പോഴും ചെയ്യേണ്ടതായിട്ടുള്ള ഒരു പ്രാർത്ഥന എന്ന് പറഞ്ഞ ഇത്രയും കാര്യങ്ങളാണ്. ഇത് നമ്മളതായിട്ടുള്ള മാർഗത്തിൽ നമുക്ക് പറയാം. അതല്ലെങ്കിൽ പൂർവാചാര്യന്മാർ എഴുതിയിട്ടുള്ള കൃതികളിലേക്ക് കൂടി പറയാം. അല്ലെങ്കിൽ കുന്തി മഹാറാണിയെ പോലുള്ള ശ്രീമദ് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്ന സ്തുതികൾ വെച്ചിട്ട് നമ്മൾക്ക് പറയാം. എങ്ങനെയായാലും ഇതാ തന്നെയാണ് ഇതിന്റെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും ഭഗവത് അമ്പലങ്ങളിലെല്ലാം പോയി കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇതുപോലെ അവിടെ ഇരുന്ന് നമ്മളെ ഓട്ടപ്രദക്ഷിണം ചെയ്യലല്ല, യഥാർത്ഥത്തിൽ നമ്മൾ അവിടെ നിന്ന് ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് നമസ്കരിക്കുകയും ആ ഭഗവാനെ കുറച്ചു നേരം സ്തുതിക്കുകയും അത് കഴിഞ്ഞിട്ട് ഭഗവാനോട് നമ്മൾ ക്ഷമാപണം നടത്തുകയും അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ അവസ്ഥ, നമ്മുടെ ദീനമായിട്ടുള്ള അവസ്ഥയെക്കുറിച്ച് ഭഗവാനോട് പറയുകയും എന്ന് ചോദിച്ചിട്ട് അവസാനമായിട്ട് ഭഗവാനിൽ നിന്ന് വരവും വാങ്ങിയിട്ട് വേണം നമ്മളെപ്പോഴും. ഇത് ഓരോ ദിവസവും വീട്ടിൽ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമാണിത്. അപ്പൊ അത്തരത്തിലുള്ള സ്തുതിയാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. കുന്തി ദേവിയുടേതായിട്ടുള്ള സ്തുതി, വളരെ മനോഹരമായിട്ടുള്ള സ്തുതിയാണ് ശ്രീമദ് ഭാഗവതത്തിലെ. ഈ സ്തുതി എല്ലാവരും പഠിക്കുന്നത്, പ്രത്യേകിച്ചും കുട്ടികളെല്ലാം ചെറുപ്പത്തിൽ തന്നെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഇത് എവിടെ നമുക്ക് പോയി കഴിഞ്ഞാലും പാടാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമുള്ള ഒരു സ്തുതി കൂടിയാണ് ഈ ഒരു സ്തുതി ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നത്. ഭാഗവതത്തിലെ പഞ്ചസ്തുതികളിൽ ഒന്നാമത്തെ സ്തുതിയാണ് കുന്തി മഹാറാണിയുടെ സ്തുതി, രണ്ടാമതായിട്ട് ഭീഷ്മസ്തുതി, മൂന്നാമതായിട്ട് ധ്രുവസ്തുതി, നാലാമതായിട്ട് പ്രഹ്ലാദസ്തുതി, അഞ്ചാമതായിട്ട് ഗജേന്ദ്രസ്തുതി. ഈ 5 സ്തുതികളും പഠിക്കുന്നത് വളരെ നല്ലതാണ്. പഠിക്കാൻ പറ്റുന്നവർക്ക് ചെയ്യാവുന്നതാണ്. മനഃപ്പാഠമാക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അതല്ല വായിക്കാൻ ശ്രമിക്കുന്നവർക്ക് അതും നല്ലതാണ്. എന്നാൽ കുന്തി മഹാറാണിയുടെ സ്തുതി ഏറ്റവും എളുപ്പമുള്ള ഒരു സ്തുതി കൂടിയാണ്, ഇതിലധികം പ്രയാസമില്ലാത്ത ഒരു സ്തുതി. അപ്പൊ ഇന്ന് നമുക്ക് സമയം പോലെ 1-2 ശ്ലോകങ്ങൾ ചർച്ച ചെയ്തിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദമായിട്ട് കുന്തി ഉവാച നമസ്തേ പുരുഷം ത്വാദ്യം ഈശ്വരം പ്രകൃതേ പരം അലക്ഷ്യം സർവഭൂതാനാം അന്തർബഹിരവസ്ഥിതം. നമസ്തേ പുരുഷം ത്വാദ്യം ഈശ്വരം പ്രകൃതേ പരം
അലക്ഷ്യം സർവഭൂതാനാം അന്തർബഹിരവസ്ഥിതം. ഏത് രീതിയിലും വേണമെങ്കിൽ നമുക്കിത് പാടാം. സാധാരണ മീറ്റർ ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അതിൽ നമസ്തേ പുരുഷം താദ്യം ഈശ്വരം പ്രകൃതേ പരം അലക്ഷ്യം സർവഭൂതാനാം അന്തർബഹിരവസ്ഥിതം. സാധാരണ ട്യൂണിൽ നമുക്കിത് പാടാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ എന്തൊക്കെയാണ്? നമസ്തേ പുരുഷം ത്വാദ്യം ഈശ്വരം പ്രകൃതേ പരം അലക്ഷ്യം സർവഭൂതാനാം അന്തർബഹിർ അവസ്ഥിതം. ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഈ ശ്ലോകം നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ആദ്യം തന്നെ ഭഗവാനെ നമസ്കരിക്കുന്നതായിട്ടാണ് ഈ ശ്ലോകവും തുടങ്ങിയിരിക്കുന്നത്. നമ്മൾ നമാമി ഈശ്വരം എന്ന് പറഞ്ഞ സ്തുതി നമ്മൾ കണ്ടു, വളരെ മനോഹരമായിട്ടുള്ള ദാമോദര സ്തുതി. ഇതുപോലെ തന്നെ ഈ ഒരു സ്തുതിയും തുടങ്ങിയിരിക്കുന്നത് നമസ്യേ നമ അസ്യേ, ഭഗവാനെ നമസ്കരിക്കുന്നതായിട്ടാണ്. നമസ്യേ ആരെയാണ്? പുരുഷം ത്വ ആദ്യം. പുരുഷം എന്ന് പറഞ്ഞാൽ പരമപുരുഷനായിട്ടുള്ള ഭഗവാനെയാണ് പറയുന്നത്. പുരുഷം ത്വ ആദ്യം, അങ്ങ് ആദ്യ പുരുഷനാണ് എന്നതാണ് അതിന്റെ അർത്ഥം. നമസ്തേ പുരുഷം ത്വ ആദ്യം ഈശ്വരം പ്രകൃതേ പരം. ഭഗവാൻ ആരാണ്? ത്വ അങ്ങ് ആരാണ്? ഈശ്വരൻ, പരമ, എല്ലാറ്റിനെയും നിയന്താവ് കൂടിയാണ് ആര്? ഭഗവാൻ. എന്നാൽ ആ ഭഗവാൻ എന്താണ്? പ്രകൃതേ പരം, ഈ പ്രകൃതിക്കും ഉപരിയാണ് ഭഗവാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൗതിക പ്രകൃതിക്കും ഉപരിയായിട്ടുള്ള സ്ഥാനമാണ് ഭഗവാനുള്ളത്. അപ്പൊ അതാണ് നമസ്തേ പുരുഷം ദ്വാദി, ഞാൻ അല്ലയോ ഭഗവാനെ, പരമപുരുഷനായിട്ടുള്ള ആദിപുരുഷനുമായിട്ടുള്ള ആ ഭഗവാനെ ഞാൻ നമിക്കുന്നു. ആ ഭഗവാൻ തന്നെയാണ് പ്രപഞ്ചത്തിന് മുഴുവൻ ഈശ്വരൻ പറഞ്ഞാൽ, പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ നിയന്താവ് അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നയാൾ. അപ്പം ഈശ്വരം, പിന്നെന്താ പറയുന്നത്? ആ ഭഗവാൻ പ്രകൃതേ പരം, പ്രകൃതിക്കും ഉപരിയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. നമസ്തേ പുരുഷം ത്വാദ്യം ഈശ്വരം പ്രകൃതേ പരം. പിന്നെന്താണ് പറയുന്നത്? അലക്ഷ്യം സർവഭൂതാനാം അന്തർബഹിർ അവസ്ഥിതം. അലക്ഷ്യം, അലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് വിസിബിൾ അല്ല, നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കില്ല സാധാരണക്കാർക്ക്. അലക്ഷ്യം സർവഭൂതാനാം, എന്താണ് സർവഭൂതാനം? എല്ലാ ആളുകൾക്കും എല്ലാ ജീവജാലങ്ങൾക്കും ആരെ കാണാൻ വേണ്ടിയിട്ട് സാധ്യമല്ല? ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് സാധ്യമല്ല. എന്നാൽ അത് ആ ഭഗവാൻ എവിടെയുണ്ട്? എല്ലാ ജീവജാലങ്ങളുടെയും അന്തർബഹിർ അവസ്ഥിതം, ഉള്ളിൽ പരമാത്മാവായിട്ടുമുണ്ട്, ബാഹ്യഭാഗത്തും ഭഗവാന്റെ ശക്തിയാൽ ഈ പ്രപഞ്ചത്തെ താങ്ങി നിർത്തുകയും ചെയ്യുന്നു. അപ്പൊ അങ്ങനെയുള്ളതായിട്ടുള്ള ആ ഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ കുന്തിദേവി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നത്. ഈ ഭൗതിക ഗുണത്തിന്റെ സ്വാധീനത്തിൽപ്പെടാത്ത പരമപുരുഷനായ ഭഗവാനെ അങ്ങയെ ഞാൻ പ്രണമിക്കുന്നു. അങ്ങ് എല്ലാവരുടെയും ഹൃദയത്തിൽ അന്തർമുഖനായിട്ടിരിക്കുന്ന പരമാത്മാവായിട്ടും അതുപോലെ ബാഹ്യവർത്തിയായിട്ടും ഭൗതിക ശക്തിയായി നിലനിൽക്കുന്നു. അങ്ങ് എല്ലാവർക്കും അദൃശ്യൻ കൂടിയാണ്. എല്ലാവർക്കും ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് സാധ്യമല്ല എന്ന് പ്രത്യേകമായിട്ട് ആർക്ക് മാത്രമേ സാധ്യമുള്ളൂ? ഭക്തന്മാർക്ക് മാത്രമേ ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് സാധ്യമാകുകയുള്ളൂ. ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഈ ശ്ലോകം പ്രത്യേകമായിട്ട് എല്ലാവരും പഠിക്കേണ്ടതാണ്. അപ്പൊ ഇവിടെ പ്രത്യേകം ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ ഈശ്വര, നമസ്തേ പുരുഷം എന്ന് പറഞ്ഞാൽ പരമപുരുഷ, ഈശ്വര പരമ കൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതിർ ഗോവിന്ദ സർവകാരണ കാരണം എന്ന് ബ്രഹ്മസംഹിതയിൽ ബ്രഹ്മാവ് ഭഗവാനെ സ്തുതിക്കുന്നുണ്ട്. ഇവിടെ അതുപോലെ കുന്തിദേവിയും ഭഗവാനെ സ്തുതിക്കുകയാണ്. നമസ്തേ പുരുഷം, പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ ഞാൻ സ്തുതിക്കുന്നു. പിന്നീടാണ് പറയുന്നത് ആദ്യം, അങ്ങ് ആദ്യ പുരുഷനാണ്. ആദ്യ പുരുഷനാണ്, കാരണം അങ്ങേക്ക് മുമ്പായിട്ട് വേറെ ആരുമില്ല എന്നതാണ് പ്രത്യേകമായിട്ട് പറയുന്നത്. ഈശ്വരം പ്രകൃതേ പരം, പ്രകൃതിക്കും ഉപരിയാണ് അങ്ങ്. അലക്ഷ്യം സർവഭൂതാനാം, എല്ലാവർക്കും ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അന്തർബഹിർ അവസ്ഥിതം, ആ ഭഗവാൻ നമ്മുടെ എല്ലാം ഉള്ളിലും സ്ഥിതി ചെയ്യുന്നു, എന്നാൽ ബാഹ്യമായിട്ടും ഭഗവാൻ തന്നെ സ്ഥിതി ചെയ്യുന്നു എന്ന് പ്രത്യേകമായിട്ട് പറയുകയാണ്. അപ്പൊ ഈ ശ്ലോകം എല്ലാവരും മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പൊ ഇതുപോലെ തന്നെയാണ് ഗജേന്ദ്ര സ്തുതിയിലും പാടുന്നത്. ഓം നമോ ഭഗവതേ തസ്മൈ യദേതച്ഛിദാത്മകം പുരുഷായ ആദിബീജായ പരേശായ ധീമഹി. അവിടെയും പുരുഷൻ ഭഗവാനെ അതുപോലെ തന്നെ സ്തുതിക്കുകയാണ് ഗജേന്ദ്രൻ. അങ്ങനെ നമ്മൾ ഭാഗവതത്തിലെ സ്തുതികൾ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള വാക്കുകൾ കൊണ്ട് ഭഗവാനെ സ്തുതിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും.
അപ്പൊ അടുത്ത ശ്ലോകത്തിൽ എന്താണ് പറയുന്നത് എന്ന് നോക്കാം. മായാ ചവനികാഛന്നം അജ്ഞാതോക്ഷജമവ്യയം നലക്ഷസേ മൂഢാ ദൃശാ നടോ നാട്യോദരോ യഥാ. മായാ ചവനികാഛന്നം അജ്ഞാതോക്ഷജമവ്യയം നലക്ഷസേ മൂഢാ ദൃശാ നടോ നാട്യധരോ യഥാ. മായാ ജവനിക, ജവനിക എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ യവനിക എന്ന് പറഞ്ഞ കർട്ടൻ. ആ നാടകം എല്ലാം തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ യവനിക ഉണ്ടല്ലോ, ഒരു യവനിക എന്താണ് യവനിക ഉയരുന്നതിന് മുമ്പ് എന്നൊക്കെ നമ്മൾ പറയാറില്ല. അപ്പൊ യവനിക, മായാ ജവനിക ഛന്നം. അപ്പൊ മായയാകുന്ന യവനിക കൊണ്ട് നമ്മൾക്ക് എന്ത് സംഭവിച്ചിരിക്കും? അജ്ഞാനം. അപ്പൊ ഭഗവാനെ നമ്മൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? മായയാകുന്ന യവനിക മൂടപ്പെട്ടിരിക്കുന്നു നമ്മളെല്ലാം. അതുകൊണ്ട് എന്താണ് ഛന്നം എന്ന്? അഛന്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. മായയാകുന്ന ജവനിക കൊണ്ട് നമ്മളെല്ലാം ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. അജ്ഞാത് അദോക്ഷജം അവ്യയം. അതുകൊണ്ട് തന്നെ അജ്ഞാത് നമ്മൾക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. അജ്ഞാത് അദോക്ഷജം അവ്യയം. അദോക്ഷജൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഭഗവാനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. അദോക്ഷജം എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങൾക്ക് ഗ്രാഹ്യമല്ലാത്തത് കൊണ്ട് ഭഗവാനെ അദോക്ഷജൻ എന്നും കൂടി പറയാറുണ്ട്. ഇവിടെ പറയുന്നത് അദോക്ഷജം അവ്യയം. അദോക്ഷജം എന്ന് പറയുന്നത് ഭൗതിക സങ്കല്പങ്ങൾക്ക് ഉപരിയാണ് ഭഗവാൻ. ഭൗതികമായിട്ടുള്ള രീതിയിൽ ഭഗവാനെ സമീപിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കൊന്നും തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധ്യമല്ല. അതുകൊണ്ട് അദോക്ഷജം അവ്യയം, ആ ഭഗവാൻ അങ്ങനെയുള്ളവർക്ക് ഗ്രാഹ്യമല്ല. പിന്നെന്താണ് പറയുന്നത്? ലക്ഷ്യസേ മൂഢാദൃശ. പ്രത്യേകമായിട്ട് പറയുന്നത് മൂഢന്മാരായിട്ടുള്ള നിരീക്ഷകരായിട്ടുള്ള ആളുകൾ. ഉദാഹരണത്തിൽ ഇവിടെ പ്രത്യേകമായിട്ട് പറയുകയാണ്, ഒരു നാടകം തുടങ്ങുന്ന സമയത്ത് ഈ മൂഢന്മാരായിട്ടുള്ള ദൃശ്യ നമ്മളെ പോലുള്ള ആളുകൾക്ക്, മൂഢാദൃശ്യ ആ നിരീക്ഷകരായിട്ടുള്ള ആളുകൾക്ക്, ആ നാടകം കാണുന്ന നിരീക്ഷകരായിട്ടുള്ള ആളുകൾക്ക് നടോ നാട്യധരോയഥ. ആ നടൻ ഏത് നാട്യധരോ, നാട്യവേഷം അണിഞ്ഞിരിക്കുന്നതായിട്ടുള്ള ആ നടനെ എങ്ങനെയാണോ മനസ്സിലാക്കാൻ സാധിക്കാത്തത്, അതുപോലെ മായാചവനിക, മായയാകുന്ന യവനികക്ക് അപ്പുറം നിൽക്കുന്നതായിട്ടുള്ള ആ ഭഗവാനെ നമ്മൾക്ക് സാധാരണ ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധ്യമല്ല, മൂഢന്മാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധ്യമല്ല എന്ന് പ്രത്യേകമായിട്ട് പറയും. അപ്പൊ മായാചവനിക ഛന്നം. അപ്പൊ മായയാകുന്ന യവനിക കൊണ്ട് മറക്കപ്പെട്ടിരിക്കുന്ന ഭഗവാനെ എങ്ങനെയാണ്? അജ്ഞാതോക്ഷജമവ്യ. ആ ഭഗവാൻ അജ്ഞാതോക്ഷജമവ്യയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദോക്ഷജനാണ്. അജ്ഞത കൊണ്ട് അദോക്ഷജനായിട്ടുള്ള ആ ഭഗവാനെ മനസ്സിലാക്കാൻ വേണ്ടി അവ്യയം, ഗ്രാഹ്യമല്ല. പിന്നെന്ന് പറഞ്ഞാൽ ലക്ഷ്യസേ മൂഢദൃശ. എങ്ങനെയാണോ മൂഢനായിട്ടുള്ള പ്രേക്ഷകന് നാടകത്തിൽ അഭിനയിക്കുന്നതായിട്ടുള്ള നടന്റെ വേഷവിധാനത്തോടു കൂടി ആ നടൻ ആരാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്തത്, അതുപോലെ മായയാകുന്ന ആ യവനിക കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള നമ്മളെ പോലുള്ളവർക്ക് അദോക്ഷജനായിട്ടുള്ള ഭഗവാനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധ്യമല്ല. പക്ഷെ അത്ര മനോഹരമായിട്ടാണ് കുന്തിദേവി സ്തുതിക്കുന്നത് എന്ന് നമുക്ക് ഇതിൽ നിന്ന് വളരെ ഇന്റലിജന്റ് ആയിട്ടാണ് കുന്തിദേവി സ്തുതിക്കുന്നത്. ആദ്യം തന്നെയാണ് ഭഗവാനെ കുറിച്ചുള്ള സ്തുതിയാണ് ആദ്യം തന്നെ. ഒന്നും രണ്ടും എല്ലാം ഭഗവാന്റെ സ്തുതിയാണ് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അതിമനോഹരമായിട്ടാണ് ഇവിടെ ഭഗവാനെ സ്തുതിക്കുന്നത്. നടോ നാട്യ ധരോയത. എങ്ങനെയാണോ നടനായി വേഷം കെട്ടിയിട്ടുള്ള ഒരാളെ സാധാരണ പ്രേക്ഷകനെ മനസ്സിലാക്കാൻ പറ്റാത്തത്, അതുപോലെ തന്നെ മായയാൽ മൂടപ്പെട്ടിരിക്കുന്ന, മായയാകുന്ന യവനിക കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന നമ്മൾക്കൊന്നും ശരിയായ രീതിയിൽ ഭഗവാനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. മൂഢന്മാർക്കൊന്നും ഭഗവാനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല എന്ന് പ്രത്യേകമായിട്ട് പറയും. ഇപ്പോ രണ്ടാമത്തെ ശ്ലോകം, ആദ്യത്തെ ശ്ലോകം ഒന്നും കൂടി വായിക്കാം. നമസ്തേ പുരുഷം ത്വാദ്യം ഈശ്വരം പ്രകൃതേ പരം അലക്ഷ്യം സർവഭൂതാനാം അന്തർബഹിരവസ്ഥിതം മായാചവനികാഛന്നം അജ്ഞാതോക്ഷജമവ്യയം ന ലക്ഷ്യസേ മൂഢാദൃശ നടോ നാട്യോദരോയത. അപ്പൊ ഇനി എന്താണ് പറയുന്നത് നോക്കട്ടെ. ഒരു ശ്ലോകം കൂടി നമുക്ക് ചർച്ച ചെയ്യാൻ സാധിക്കും. തഥാ പരമഹംസാനാം മുനീനാം അമലാത്മനം ഭക്തിയോഗവിധാനാർത്ഥം കഥം പശ്യേമ ഹി സ്ത്രിയഃ. തഥാ പരമഹംസാനാം
മുനീനാം അമലാത്മനാം ഭക്തിയോഗ വിധാനാർത്ഥം കഥം പശ്യമേ ഹി സ്ത്രീയഃ. ഇവിടെ പ്രത്യേകമായിട്ട് പറയും തഥാ പരമഹംസാനാം, അങ്ങ് അവതരിച്ചിരിക്കുന്നത് എന്തിനാണ് യഥാർത്ഥത്തിൽ ഇവിടെ പറയുകയാണ്. അതായത് അങ്ങ് തഥാ പരമഹംസാനാം, പരമഹംസന്മാർക്ക് പോലും, പരമഹംസൻ എന്ന് പറഞ്ഞാൽ ആത്മാവിനെയും ശരീരത്തെയും വേർതിരിച്ചറിയാൻ കഴിവുള്ളവരെയാണ് പരമഹംസന്മാർ എന്ന് പറയുന്നത്. പരമഹംസൻ, ഞാൻ ഹംസത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒരു വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് പാലിനെ മാത്രം സ്വീകരിക്കാൻ കഴിയുന്ന ആ പക്ഷിയെയാണ് ഹംസം എന്ന് പറയുന്നത്. അപ്പോൾ പരമഹംസൻ എന്ന് പറയുന്നത് അത്തരത്തിൽ ആത്മാവിനെയും ശരീരത്തെയും എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കുന്നവനും എന്താണ് ശരി തെറ്റ് എന്നെല്ലാം ശരിയായി മനസ്സിലാക്കിയിട്ടുള്ളവരെയാണ് പരമഹംസൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത് തഥാ പരമഹംസാനാം മുനിനാം അമലാത്മനാം, അങ്ങ് ഇവിടെ അവതരിച്ചിരിക്കുന്നത് പരമഹംസന്മാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട്. പിന്നെന്താ പറയുന്നത്? മുനീനാം അമലാത്മനാം, മുനിമാരായിട്ടുള്ള ആളുകൾ. മുനിമാർ എന്ന് പറയുന്നത് വലിയ തത്വചിന്തകരായിട്ടുള്ള മുനിമാരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. തത്വചിന്തകന്മാരായിട്ടുള്ള ആളുകൾ. അമലാത്മനാം എന്ന് വെച്ചാൽ അവർക്ക് എന്താണ്, ശരീരം എന്താണ്, അതുപോലെ ശരീരം എന്താണ്, ആത്മാവ് എന്താണ് എന്നെല്ലാം തിരിച്ചറിയാൻ കഴിയുന്ന അതീന്ദ്രവാദികൾ. അപ്പൊ അത്തരത്തിലുള്ള മുനീനാം അമലാത്മനാം, അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഭക്തിയോഗ വിധാനാർത്ഥം കഥം പശ്യമഹി സ്ത്രീയ, അവരുടെ ഭക്തി യോഗത്തിന് വേണ്ടിയിട്ട്, അവർക്ക് അവരുടെ ഭക്തിയുത സേവനത്തിൽ, അവരുടെ ഹൃദയത്തിൽ ഭക്തിയുത സേവനം വളർത്തുന്നതിന് വേണ്ടിയിട്ടാണ് അവതരിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കഥം പശ്യമേഹി സ്ത്രീയ, അങ്ങനെയാണെങ്കിൽ സാധാരണ സ്ത്രീ ആയിട്ടുള്ള എന്റെ അവസ്ഥ ഒന്നും ആലോചിച്ചു നോക്കൂ എന്നാണ് കുന്തിദേവി പ്രത്യേകമായിട്ടും പറയുന്നത്. അങ്ങനെയുള്ള ഒരു സാധാരണ സ്ത്രീ ആയിട്ടുള്ള എനിക്ക് എങ്ങനെ അങ്ങയെ ശരിയായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നാണ് കുന്തിദേവി ഈ ശ്ലോകത്തിൽ കൂടി പറഞ്ഞു തരുന്നത്. അപ്പൊ അതിമനോഹരമായിട്ടാണ് പറയുന്നത്. തഥാ പരമഹംസാനാം മുനീനാം അമലാത്മനാം, പരമഹംസന്മാരായിട്ടുള്ള ആളുകൾക്കും അമലാത്മനമായിട്ടുള്ള ആത്മാവിനെയും ശരീരത്തെയും എല്ലാം നിർവചിച്ചറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന മുനിമാരായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടും അങ്ങനെയുള്ള പരമയോഗ്യരായിട്ടുള്ളവരുടെ ഹൃദയത്തിൽ ഭക്തിയോഗം വരുത്താൻ വേണ്ടിയിട്ട്, അങ്ങനെയുള്ള അവരുടെ ഹൃദയങ്ങളിൽ ഭക്തിയുത സേവനത്തിന്റെ വിജ്ഞാനം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങ് അവതരിച്ചിരിക്കുന്നത്. അപ്പോ അങ്ങനെയുള്ള അവസ്ഥയിൽ കഥം പശ്യമേ ഈ സ്ത്രീ, സാധാരണ ഒരു സ്ത്രീ ആയിട്ടുള്ള എന്റെ അവസ്ഥ എന്താണ് കൃഷ്ണ എന്നാണ് കുന്തിദേവി ഈ ശ്ലോകത്തിൽ ചോദിക്കുന്നത്. അപ്പൊ ഈ ശ്ലോകം കൂടി നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം. അത്രത്തോളം വിനയഭാവത്തിലാണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത്രത്തോളം വിനയഭാവത്തിലാണ് കുന്തിദേവി തന്റെ ഹ്യൂമിലിറ്റി അല്ലെ മീക്നെസ് എന്ന് പറയുന്ന സ്വഭാവത്തെയാണ് ഇവിടെ കാണിച്ചു തരുന്നത്. വിനയാന്വിതമായിട്ടാണ് കുന്തി മഹാറാണി പറയുന്നത്. യഥാർത്ഥത്തിൽ കുന്തിദേവി ഭഗവാന്റെ ഏറ്റവും അടുത്ത ആളുകളിൽ ഒരാൾ കൂടിയാണ്. പാണ്ഡവരുടെ എപ്പോഴും ഭഗവാൻ കുന്തിദേവിയുടെയും അവരുടെ കൂടെ ഉണ്ട് എങ്കിൽ കൂടി കുന്തി മഹാറാണിക്ക് യഥാർത്ഥത്തിൽ അറിയാം ആരാണ് ഭഗവാൻ എന്നുള്ളത് വ്യക്തമായിട്ടും. അതുകൊണ്ടാണ് പ്രത്യേകമായിട്ടും പറയുന്നത് ഭക്തിയോഗ വിധാനാർത്ഥം കഥം പശ്യമഹി, അങ്ങനെയുള്ള എനിക്ക് എങ്ങനെയാണ് ഭഗവാനെ ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലയോ കൃഷ്ണ എന്നിങ്ങനെ പറയും. അപ്പൊ ഇത്രയും അടുത്ത ശ്ലോകം നമ്മൾക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രധാനമായിട്ടും ഈ ശ്ലോകങ്ങൾ തീർച്ചയായിട്ടും പഠിക്കേണ്ട ശ്ലോകങ്ങളാണ്. അതുപോലെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്താണ് എന്നുള്ളതും നമ്മൾ ഈ അധ്യായത്തിൽ ഈ പ്രാർത്ഥനയിൽ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള സ്തുതികളിൽ ഒന്നാണ് കുന്തി മഹാറാണിയുടെ സ്തുതി. ഇത് എന്നും ഈ സ്തുതി പാരായണം ചെയ്യുന്നത് അത്യുത്തമമാണ്. പ്രത്യേകിച്ചും ഇതുപോലുള്ള ഓസ്പീഷ്യസ് ആയിട്ടുള്ള മാസങ്ങളിലും ഏകാദശി ദിവസങ്ങളിലെല്ലാം ഇത് സ്തുതിക്കുന്നത് വളരെ പ്രാധാന്യമുള്ളതാണ്. കാരണം ശ്രീമദ് ഭാഗവതത്തിന്റെ ആദ്യത്തെ സ്തുതി എന്ന് തന്നെ പറയാം കുന്തി മഹാറാണിയുടെ സ്തുതി. പിന്നീട് ഒരുപാട് സ്തുതികൾ വരുന്നുണ്ട്. ഭീഷ്മ പിതാമഹന്റെ സ്തുതി വരുന്നുണ്ട്. അതിനുശേഷം പല അധ്യായങ്ങളിലും പല സ്തുതികളെല്ലാം വരുന്നുണ്ട്. പുരുഷ സൂക്തം വരുന്നുണ്ട്. അങ്ങനെ വിത്രാസുരന്റെ സ്തുതി വരുന്നുണ്ട്. ബ്രഹ്മാവിന്റെ സ്തുതികൾ വരുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് സ്തുതികൾ ശ്രീമദ് ഭാഗവതത്തിൽ വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ആണ് കുന്തിദേവിയുടെ സ്തുതി. അപ്പൊ ഈ 3 ശ്ലോകങ്ങൾ നമ്മൾ അടുത്ത ദിവസത്തേക്ക് പഠിച്ചു വന്നാൽ വളരെ നന്നായിരിക്കും. ഇനിയുള്ള അടുത്ത ശ്ലോകം വളരെ എളുപ്പമാണ്. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഈ ശ്ലോകം നമ്മൾ എല്ലാവരും പാടുന്നതാണ് യഥാർത്ഥത്തിൽ. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ ആദ്യം പാടിയിരിക്കുന്നത്
മഹാറാണി കുന്തി ദേവിയാണ്. ഓക്കെ, അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ്. ഓക്കെ, അപ്പൊ ഈ ഇന്നത്തെ ഈ ഒരു സത്സംഗം ഇന്നത്തെ ഇത്രയും ശ്ലോകങ്ങൾ മാത്രമേ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള ശ്ലോകം ഞായറാഴ്ചയാണ് നമ്മൾ അടുത്ത ക്ലാസ് ശനിയാഴ്ച, സാറ്റർഡേ ആണ് അടുത്ത ക്ലാസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ എല്ലാവരും അതിനകത്ത് തീർച്ചയായിട്ടും പങ്കെടുക്കണം. പിന്നെ ഇത് കൂടാതെ ഒരു 2-3 കാര്യങ്ങൾ പറയാനുള്ളത്. ഒന്ന്, ശ്രീല പ്രഭുപാദരുടെ തിരോഭാവ തിഥിയായിരുന്നു ഇന്നലെ. ശ്രീല പ്രഭുപാദർ ഈ ലോകത്തിൽ നിന്നും വിട പറഞ്ഞതിന്റെ ഒരു ദിവസമായിരുന്നു യഥാർത്ഥത്തിൽ ഇന്നലെയുള്ള ദിവസം. അപ്പോൾ ശ്രീല പ്രഭുപാദരുടെ കൃപാകടാക്ഷം കൊണ്ടാണ് ഈ ശ്രീമദ് ഭാഗവതം ഇങ്ങനെ നമ്മൾക്ക് ഇങ്ങനെ ഭക്തന്മാരുടെ സംഘത്തിൽ കൂടി പ്രചരിപ്പിക്കാൻ സാധിക്കുന്നതും അദ്ദേഹത്തിന്റെ സ്വാമി പ്രഭുപാദരുടെ കൃപാകടാക്ഷം കൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നതും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ശ്രീല പ്രഭുപാദരെ കുറിച്ച് ചെറിയ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് ഇന്നത്തെ സത്സംഗം നമ്മൾക്ക് ഇവിടെ സംഹരിക്കാം. ശ്രീല പ്രഭുപാദർ അദ്ദേഹത്തിന്റെ 70-ാമത്തെ വയസ്സിൽ, നമ്മൾക്ക് എല്ലാവർക്കും ചിലവർക്കൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും, 70-ാമത്തെ വയസ്സിൽ തന്റെ ഗുരുവിന്റെ ആജ്ഞ നിർവഹിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം 26-ാമത്തെ വയസ്സിലാണ് ഗുരുവിനെ കാണുന്ന, ഗുരുവിന്റെ അടുത്ത് നിന്ന് ദീക്ഷ സ്വീകരിക്കുന്നത്. അപ്പോൾ ആ ഗുരു പറഞ്ഞത്, ഭക്തി സിദ്ധാന്ത സരസ്വതി മഹാരാജ് ശ്രീല പ്രഭുപാദരോട് പറഞ്ഞത്, നിനക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്. കാരണം ശ്രീല പ്രഭുപാദർ നല്ല ഇംഗ്ലീഷ് വിദ്യാഭ്യാസമുള്ള ആളായിരുന്നു അന്നത്തെ കാലത്ത് തന്നെ. അപ്പൊ ആ ശ്രീല പ്രഭുപാദരോട് പറഞ്ഞത്, താങ്കൾ ഇത് വിദേശ രാജ്യങ്ങളിൽ, പാശ്ചാത്യ രാജ്യങ്ങളിൽ പ്രചരിപ്പിക്കണം. രണ്ടാമതായിട്ട് എപ്പോഴെങ്കിലും പണം കിട്ടുകയാണെങ്കിൽ പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഗുരുവിന്റെ ആജ്ഞ ശിരസാ വഹിച്ചുകൊണ്ട് ആ ജീവിതത്തിന്റെ സായാഹ്നത്തിൽ 70-ാമത്തെ വയസ്സിൽ കേവലം 40 രൂപയും 2 ജോഡി വസ്ത്രങ്ങളും കുറച്ച് ശ്രീമദ് ഭാഗവതവും മാത്രമായിട്ട് ഒരു ചരക്കു കപ്പലിൽ 36 ദിവസം കടലിൽ കൂടി യാത്ര ചെയ്തിട്ടാണ് ശ്രീല പ്രഭുപാദർ അമേരിക്കയിൽ എത്തുന്നത്. അവിടെ ആരും തന്നെ അറിയുന്നുണ്ടായിരുന്നില്ല ശ്രീല പ്രഭുപാദർ. അപ്പൊ അവിടെ പോയിട്ട് ശ്രീല പ്രഭുപാദർ തന്റെ 11 വർഷം മാത്രമേ ശ്രീല പ്രഭുപാദർ അതിനുശേഷം ജീവിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ 11 വർഷത്തിനിടയിൽ 130ഓളം അമ്പലങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. 80-ലധികം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ടായിരുന്നു. ശ്രീമദ് ഭാഗവതത്തിന്റെ മുഴുവൻ 12 സ്കന്ധങ്ങളും ഇതുപോലെ ട്രാൻസ്ലേഷൻ ചെയ്യുകയും അതുപോലെ തന്നെ അതിന് എല്ലാം ഭാവാർത്ഥം ആഖ്യാനം എഴുതുകയും ചെയ്തു. ചൈതന്യ ചരിതാമൃതത്തിന് അതുപോലെ തന്നെ ആഖ്യാനം എഴുതി. അനേകം ഭക്തന്മാരെ ഉണ്ടാക്കി. പ്രഭുപാദരുടെ ലീലകളെ കുറിച്ച് പറഞ്ഞാൽ ഒരിക്കലും അവസാനിക്കാത്ത അത്രയും കാര്യങ്ങളാണ് ശ്രീല പ്രഭുപാദർ ചെയ്തിരിക്കുന്നത്. അപ്പോ ആക്ച്വലി കേവലം 0-ൽ നിന്ന് തുടങ്ങി ശ്രീല പ്രഭുപാദർ ലോകത്തിൽ മുഴുവൻ ഭാരതത്തിന്റെ സനാതന ധർമ്മത്തെ പ്രചരിപ്പിക്കുകയും അങ്ങനെ ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭഗവത്ഗീത അല്ലെങ്കിൽ വേദഗ്രന്ഥങ്ങൾ വിൽക്കുന്നത്, ഖുറാനും ബൈബിളും കഴിഞ്ഞു കഴിഞ്ഞാൽ 3ാമതായിട്ട് ഏറ്റവും ലോകത്തിൽ പ്രചരിപ്പിക്കുന്ന പുസ്തകം ഭഗവത്ഗീത എന്ന് പറയുന്നത് ശ്രീല പ്രഭുപാദരുടെ ഭക്തിവേദാന്ത ബുക്ക് ട്രസ്റ്റിന്റെ ഭഗവത്ഗീതയാണ്. ലോകമെമ്പാടും 96 ഭാഷകളിൽ ഈ ശ്രീമദ് ഭഗവത്ഗീതയും ഭാഗവതവും എല്ലാം ട്രാൻസ്ലേഷൻ ചെയ്തിട്ടുണ്ട്. 96 ഭാഷകളിൽ, ഇൻക്ലൂഡിങ് അറബിക്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ശ്രീല പ്രഭുപാദരുടെ കാരുണ്യത്തിന്റെ ഫലമായിട്ട് ചൈനയിലും ഇറാനിലും പോലും ഭക്തന്മാരുണ്ട്. കേവലം മറ്റു മതസ്ഥരായിട്ടുള്ള ഇതുപോലെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റിലീജിയസ് കേന്ദ്രങ്ങളിൽ പോലും ശ്രീല പ്രഭുപാദരുടെ പ്രചാരണത്തിന്റെ ഭാഗമായിട്ട് ഭക്തന്മാരുണ്ട്. ഇറാനിൽ നിന്നും അവര് ചൈനയിൽ പോയി അങ്ങനെ പല ദേശത്ത് പോയിട്ട് ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. കാരണം അവര് എങ്ങനെയും അറിഞ്ഞു കഴിഞ്ഞാൽ പിടിക്കുമല്ലോ എന്ന് കരുതിയിട്ട്. അപ്പൊ അത്രത്തോളം ശക്തിയുള്ളതാണ് ശ്രീല പ്രഭുപാദരുടെ ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത്. ആ ശ്രീല പ്രഭുപാദരുടെ ഗ്രന്ഥം വീട്ടിൽ വെക്കുന്നതും അത് നമ്മൾ വായിക്കുന്നതും അത്യുത്തമമാണ്. കാരണം ശ്രീല പ്രഭുപാദർ അദ്ദേഹം ഒരു ഭഗവാന്റെ ശുദ്ധമായിട്ടുള്ള ഒരു ഭക്തനായിരുന്നു. ആ പ്രഭുപാദരുടെ ജീവചരിത്രം വായിക്കുന്നതും വളരെ ഉത്തമമായിട്ടുള്ള കാര്യം. പിന്നീട് ശ്രീല പ്രഭുപാദർ അമേരിക്കയിൽ പോകുന്നതിന് മുമ്പായിട്ട് ആ ഒരു സ്പോൺസറെ കിട്ടാൻ വേണ്ടിയിട്ട് ആ കാർഗോ ഷിപ്പിന്റെ ഉടമയായിട്ടുള്ള ശ്രീമതി മൊറാർജി എന്ന് പറയുന്ന അവരെ കണ്ടപ്പോൾ ആ ശ്രീമതി മൊറാർജി പറയുകയുണ്ടായി, സ്വാമിജി, താങ്കൾക്ക് ഇത്രയെല്ലാം പ്രായമായിട്ടുണ്ട്, 70 വയസ്സായി. താങ്കൾ ഇനി ഈ പ്രായത്തിൽ അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ
എനിക്ക് അത്രത്തോളം ഒരു റിസ്ക് എടുക്കാൻ വേണ്ടിയിട്ട് സാധ്യമല്ല. കാരണം താങ്കൾ ഒരു പക്ഷേ അവിടെ എത്തുമ്പോഴേക്കും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ ശ്രീല പ്രഭുപാദർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ സംഭവിക്കില്ല എന്ന് പറഞ്ഞ്. ആ ശ്രീമതി മൊറാർജി എന്ന് പറയുന്നവരാണ് അവരെ സ്പോൺസർ ചെയ്തത് അമേരിക്കയിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ പിന്നീട് ശ്രീല പ്രഭുപാദരുടെ പല ചരിത്രങ്ങളാണ് യഥാർത്ഥത്തിൽ, പല രസകരമായിട്ടുള്ള അനുഭവങ്ങളും അതുപോലെ ശ്രീല പ്രഭുപാദർ അനുഭവിച്ചിട്ടുള്ള ത്യാഗങ്ങളും നമുക്ക് ജീവിതത്തിൽ വളരെയധികം വഴികാട്ടിയായിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാവരും. അങ്ങനെ ശ്രീല പ്രഭുപാദരുടെ ജീവിതത്തെ കുറിച്ച് എല്ലാവരും മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ്. നമ്മൾ ശ്രീമദ് ഭാഗവതം പഠിക്കുമ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ശ്രീല വ്യാസദേവൻ അദ്ദേഹം തന്റെ ഗുരുവായിട്ടുള്ള നാരദ മുനിയുടെ ചരിത്രത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഭക്തന്മാരുടെ ചരിത്രം മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ്. ശ്രീല പ്രഭുപാദരുടെ ജീവിതത്തെ കുറിച്ചും മനസ്സിലാക്കുന്നത് വളരെ വളരെ നല്ല ഒരു കാര്യമാണ്. പല സംഭവങ്ങളും ശ്രീല പ്രഭുപാദരുടെ ജീവിതത്തിന് ഈ 11 വർഷത്തിനുള്ളിൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ അമാനുഷികം എന്ന് തന്നെയാണ് യഥാർത്ഥത്തിൽ ആളുകൾ, ചരിത്ര പണ്ഡിതന്മാരും അതുപോലുള്ള വിദ്യാഭ്യാസ വിചക്ഷണന്മാരെല്ലാവരും തന്നെ വിലയിരുത്തിയിരിക്കുന്നത് ചരിത്രപരമായിട്ടുള്ള. കാരണം ഒരാൾക്ക് പോലും അത്രത്തോളം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധ്യമല്ല. 130ഓളം അമ്പലങ്ങൾ 11 വർഷത്തിനുള്ളിൽ, ഇത്രത്തോളം ഭാഗവതം ഭഗവത്ഗീത എല്ലാം തന്നെ മുഴുവൻ ട്രാൻസ്ലേഷൻ ചെയ്തിട്ട് ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്ത്, ഇംഗ്ലീഷ് ഭാഷയിൽ ചില വാക്കുകൾ പോലും ഇംഗ്ലീഷിൽ നമുക്ക് ഈ ഭാഗവതത്തിലെ വാക്കുകൾ ഇംഗ്ലീഷിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല. അതിനെ പോലും ശ്രീല പ്രഭുപാദർ അതിമനോഹരമായി ട്രാൻസ്ലേഷൻ ചെയ്തിട്ട് ലോകത്തിന് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ ശ്രീല പ്രഭുപാദരുടെ ശിഷ്യന്മാർ പിന്നീട് എല്ലാവരും ചേർന്നുകൊണ്ട് വളരെയധികം ഇതിനെ പ്രചരിപ്പിക്കുകയും ആ പ്രഭുപാദരുടെ അനുഗ്രഹം കൊണ്ട് നമ്മൾക്കും ഇങ്ങനെ ശ്രീമദ് ഭാഗവതം ഭഗവത്ഗീത എല്ലാം കേൾക്കാൻ സാധ്യമാവുകയും ചെയ്തു. അപ്പോ പിന്നീട് ഒരു ദിവസം നമ്മൾ ശ്രീല പ്രഭുപാദരുടെ കഥ തന്നെ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതിമനോഹരമാണ്. ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുള്ള ജീവിതത്തിന്റെ ആത്മവിശ്വാസത്തെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ഓർക്കേണ്ട ഒരാളാണ് ശ്രീല പ്രഭുപാദർ. തന്റെ 70ാമത്തെ വയസ്സിൽ, സാധാരണ നമ്മൾക്കൊന്നും മനസ്സിലാവുകയില്ല 70ാമത്തെ വയസ്സിൽ എത്ര പ്രയാസമുണ്ട് എന്ന്. ഇതിൽ ആരെങ്കിലും 70 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ശരിക്കും മനസ്സിലാകും എത്ര പ്രയാസമുണ്ടാകും ഒറ്റയ്ക്ക് ഒരാൾ അമേരിക്കയിൽ തണുത്ത കാലാവസ്ഥയിൽ പോയി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നത്. അത് സാധാരണ ഒരാൾക്ക് സാധ്യമല്ല. കേവലം ഭഗവാൻ തന്നെ നിശ്ചയിച്ചിട്ടുള്ള ഒരാൾക്ക് മാത്രമേ സാധ്യമാകുള്ളൂ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതോടുകൂടി പറഞ്ഞിട്ട് ഇന്നത്തെ ഈ സത്സംഗം നമ്മൾക്കൂടെ സംഹരിക്കാം. നാളെ നമ്മൾ ക്ലാസ് ഉണ്ടായിരിക്കുന്നതല്ല, മറ്റന്നാൾ വീണ്ടും ഇതേ സമയത്ത് കാണാം. അതോടൊപ്പം തന്നെ ഈ ശ്ലോകങ്ങൾ എല്ലാവരും പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടതാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടോ ഈ പറഞ്ഞിരിക്കുന്നതിൽ? എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അപ്പൊ അടുത്ത ദിവസം നമ്മൾ വീണ്ടും ബാക്കിയുള്ള ശ്ലോകങ്ങളായിട്ട് മുമ്പോട്ട് പോകും. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ? ഉണ്ട്. ഓക്കെ. വെങ്കടേഷ് ജി എന്താ ഓക്കെ നോ? നമസ്തേ 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 പ്രഭുജി. നമസ്തേ. ഒന്നുമില്ല, പ്രത്യേകിച്ച് പ്രഭുജിയെ ഒന്ന് സംസാരിച്ചിട്ട് പോവാന്ന് വിചാരിച്ചിട്ടാണ്. ക്ലിയറായി. ഇത് നമ്മൾ ഈ ഓൺലൈൻ ക്ലാസ് എടുക്കുന്നവരുടെ വിഷമം അറിയാം. വെറുതെ നമ്മൾ ഇങ്ങനെ അങ്ങ് പറഞ്ഞോണ്ടിരിക്കും, മറ്റുള്ളവർ കേൾക്കുന്നുണ്ടോ ഇല്ലയോ നമുക്ക് ഒരു കാണത്തില്ല, തൃപ്തി കാണത്തില്ല. അതുകൊണ്ട് ഒന്ന് സംസാരിച്ചിട്ട് മാത്രം വന്നതാണ്. തീർച്ചയായും വളരെ സന്തോഷം. ശരി. അപ്പൊ നമ്മൾ മനസ്സിലാക്കി. അമ്മ ചോദിക്കുന്നുണ്ടായിരുന്നു, പ്രഭുപാദ സ്വാമികളുടെ ജന്മദിനമായിരുന്നു ഇന്ന്. തിരോധാന ദിവസമായിരുന്നു. അതായത് അദ്ദേഹം സമാധിയായ ദിവസമായിരുന്നു ഇന്നലെ. സമാധി ദിവസമായിരുന്നു ഇന്നലെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെറുതായിട്ട് ശ്രീല പ്രഭുപാദരെ ഒന്ന് ഗ്ലോറിഫൈ ചെയ്തതാണ്, സ്തുതിച്ചതാണ്. പ്രഭുപാദരുടെ ജീവചരിത്രം വായിക്കുന്നത് വളരെ ഉത്തമമാണ്. കാരണം അതെല്ലാവർക്കും ഒരു ഇൻസ്പിറേഷനാണ്. പ്രത്യേകിച്ചും ഒരു ഏജ് ആയിട്ടുള്ളവർക്ക് മാത്രമേ അത് മനസ്സിലാക്കാനും പറ്റുകയുള്ളൂ. 70 വയസ്സായിട്ടുള്ള ഒരാൾക്ക് മാത്രമേ, ഒരു മഹാരാജ്, ഭക്തിചാരു മഹാരാജനോട് ഒരാൾ ചോദിച്ചു, അദ്ദേഹം തന്റെ ശിഷ്യന്മാരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല ശ്രീല പ്രഭുപാദർ എന്താണ് ചെയ്തത്. നിങ്ങൾക്ക് 70 വയസ്സാകുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് ശ്രീല പ്രഭുപാദർ ചെയ്തത്. കാരണം 70 വയസ്സിൽ അവർ കടൽ കടന്ന്
ഒരു കാർഗോ കമ്പനിയിൽ കയറി, കാർഗോ ഷിപ്പിൽ കയറി അമേരിക്കയിൽ പോയി തണുത്ത കാലാവസ്ഥയിൽ ഇതെല്ലാം ചെയ്തെങ്കിൽ അത് സാധാരണ ഒരാൾക്ക് സാധ്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി. തീർച്ചയായും തീർച്ചയായും അദ്ദേഹത്തിന്റെ ശക്തിയാണ് അത് കാണിക്കുന്നത്. ഒരു മനോഹരമായിട്ടുള്ള കഥകളുണ്ട് ശ്രീല പ്രഭുപാദന്റെ. അത് രസകരമായിട്ടുള്ള കഥകളും ഒരുപാടുണ്ട് ഈ പ്രഭുപാദരുടെ ലീലകളിൽ. പിന്നീട് നമുക്കൊരു ക്ലാസ്സിൽ വിശദമായിട്ട്. ശരി പ്രഭുജി, നമസ്തേ. ഹരേ കൃഷ്ണ. പിന്നെ പത്മജ മാതാജി അന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. പ്രവൃത്തി മാർഗത്തെ കുറിച്ചും നിവൃത്തി മാർഗത്തെ കുറിച്ചും ചോദിച്ചിട്ടുണ്ടായിരുന്നു. പ്രവൃത്തി മാർഗം എന്ന് പറഞ്ഞാൽ കേവലം ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യുക, പിന്നെ അതിന്റെ ഫലമായിട്ട് കർമ്മത്തിന്റെ അനുഭവം നമ്മൾ തന്നെ സ്വീകരിക്കുക. അതാണ് പ്രവൃത്തി മാർഗം എന്ന് പറയുന്നത്. കേവലം ഇന്ദ്രിയ തൃപ്തിയാണ്. എന്നാൽ നിവൃത്തി മാർഗം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ തൃപ്തിക്കല്ലാതെ ഭഗവത് തൃപ്തിക്ക് വേണ്ടി മാത്രം ജീവിക്കുക. അതിനാണ് നിവൃത്തി മാർഗം എന്ന് പറയുന്ന. ആചാര്യന്മാരെല്ലാം നിവൃത്തി മാർഗത്തിലാണ്. എപ്പോഴും ഭഗവത് സേവനം ചെയ്യുന്നവരെല്ലാവരും നിവൃത്തി മാർഗം എന്ന് പറയാം. ബാക്കിയെല്ലാം തന്നെ ആ ഭഗവാനുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ചെയ്യുന്നത്. അതിനെയാണ് നിവൃത്തി മാർഗം. അതിന്റെ ഉദാഹരണം അവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ശുഗ മഹർഷിയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് നിവൃത്തി മാർഗം. ഓക്കെ, മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, അടുത്ത ദിവസം നമ്മൾക്ക് കാണാം. ഞായറാഴ്ച വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. സുമ മാതാജിയെ മനസ്സിലായിട്ടുണ്ടല്ലോ? പ്രഭുജി സെക്കൻഡ്. അടുത്ത ക്ലാസ് എന്നാ പറഞ്ഞത് പ്രഭുജി? ശനിയാഴ്ച. സോറി, ശനിയാഴ്ച വൈകുന്നേരം. മറ്റന്നാള്. നാളെ മാത്രം. നാളെ എനിക്ക് വേറെ ഒരു ക്ലാസ് ഉള്ളത് കൊണ്ട് എനിക്ക് പറ്റും. ഓക്കെ പ്രഭുജി പറയൂ. ഞാൻ ഒരു നന്ദി പറയാൻ വേണ്ടി, കാരണം ഞാൻ മറ്റന്നാൾ നാട്ടിൽ പോവാണ്. ഇപ്പൊ ഷാർജയിലാണ്, നാട്ടിൽ പോവാണ്. അപ്പൊ എനിക്ക് പറ്റുമോ വരാൻ അറിയില്ല. ഭഗവാൻ അനുഗ്രഹിച്ചാ വരും. അവിടുന്ന് സമയം കിട്ടും എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. നാട്ടിൽ പോയി കഴിഞ്ഞാല്, നാട്ടിൽ പോയാൽ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാൻ എന്തും ചെയ്തിട്ട് സഹായിക്കും. സാറ്റർഡേ പോകുന്നു. അപ്പൊ സാറ്റർഡേ എങ്ങനെയും വരാൻ പറ്റില്ല. സാറ്റർഡേ പോകുന്ന ഞാൻ. സാറ്റർഡേ നൈറ്റിലാണ് ഫ്ലൈറ്റ്. നോ പ്രോബ്ലം. അടുത്ത ആഴ്ച നോക്കൂ, ശ്രമിക്കൂ വരാൻ വേണ്ടിട്ട്. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ലിങ്ക് എന്തെങ്കിലും തരാം യൂട്യൂബിന്റെ. ശരി പ്രഭുജി, ഒരുപാട് നന്ദിയുണ്ട്. പ്രത്യേകമായിട്ട് നന്ദി. താങ്കൾ ക്ലാസ്സിൽ ഇങ്ങനെ അറ്റൻഡ് ചെയ്തതിൽ വളരെ സന്തോഷം. എപ്പോഴും ഭഗവാന്റെ കാര്യങ്ങളെല്ലാം ജപിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യും. തീർച്ചയായും ഭഗവത് കാര്യങ്ങളൊക്കെ വായിക്കും. അതുപോലെ ഈ സ്തുതികളെല്ലാം പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. നമ്മൾ ഭാഗവതത്തിലെ ഈ പറയുന്നതായിട്ടുള്ള കുന്തിദേവിയുടെ സ്തുതി വളരെ പ്രാധാന്യമുള്ളതാണ്. ഓക്കെ, താങ്ക് യു പ്രഭുജി. ഓക്കെ, അപർണ ആൻഡ് ഓക്കെ, കേൾക്കുന്നില്ല, മ്യൂട്ടാണെന്ന് തോന്നുന്നു. ഓക്കെ, 4 ആഴ്ചയായിട്ട് പോകുന്നുണ്ട് പ്രഭുജി. ഇസ്കോൺ ട്രിവാൻഡ്രത്ത് പോകുന്നുണ്ട്. വളരെ നല്ലതാണ്. ജഗത്സാക്ഷി പ്രഭു എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു താങ്കൾ പോകുന്ന കാര്യം. വളരെ സന്തോഷം ഉണ്ടായിരുന്നു ജഗത്സാക്ഷി പ്രഭുവിനെ അവിടെ പോകുന്നത് പറഞ്ഞിട്ടുണ്ട്. അപർണയ്ക്ക് ഒരു ക്ലാപ്പ് ഒക്കെ കിട്ടി ജഗത്സാക്ഷി പ്രഭുവിന്റെ. ഓ, വെരി നൈസ്. ഓക്കെ, പിന്നെ ഞങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടി ജപമാല പ്രോമിസ് എടുത്തതിന്. ഓക്കെ, അങ്ങനെ ഓക്കെ, ഓക്കെ, വെരി നൈസ്. താങ്കൾ ഒരു നിമിത്തമാണ്. അതിന് വളരെയധികം വളരെ സന്തോഷം. അങ്ങനെ ഒരാൾ അവിടെ പോകുന്നതിലും ഭഗവത് കാര്യങ്ങൾ ചെയ്യുന്നതിലും നമ്മളത് കുറെ നാൾ കഴിയുമ്പോഴും നമ്മൾക്ക് ശരിക്കും റിയലൈസേഷൻസ് വരും. ഈ ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ വെറുതെ ആയി പോകില്ല. കാരണം ആ ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കും ഭഗവത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ. പ്രത്യേകിച്ചും ഈ ശ്രീല പ്രഭുപാദരുടെ മൂവ്മെന്റ് എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ടീച്ചിങ് ആണ്. അതുപോലെ പ്രഭുപാദ് ഫ്രം ദ പരമ്പരയിൽ കൂടിയുള്ള ജ്ഞാനമാണ്. കേവലം മറ്റ് ഇതുപോലെയല്ല യഥാർത്ഥത്തിൽ ശ്രീല പ്രഭുപാദരുടെ. അദ്ദേഹം തന്നെ ശുദ്ധ ഭക്തനും ആയതുകൊണ്ട് വളരെ നല്ലതായിരിക്കും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം പോകുന്നത്. വളരെ സന്തോഷം അങ്ങനെ അറിഞ്ഞതിൽ. ജഗത്സാക്ഷി പ്രഭുവിനോട് ഞാൻ പ്രത്യേകിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ഭക്തര് വരുന്നുണ്ട് എന്നുള്ള കാര്യം. പ്രഭുവിനും വളരെ സന്തോഷമായിരുന്നു ഇങ്ങനെ അറിഞ്ഞതിൽ. വളരെ സന്തോഷം. ഓക്കെ, താങ്ക് യു. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ, അപ്പൊ അടുത്ത ശനിയാഴ്ച മറ്റന്നാൾ വൈകുന്നേരം നമുക്ക് വീണ്ടും കാണാം. അതുവരെ നമസ്കാരം. വളരെ സന്തോഷം. പ്രത്യേകമായിട്ട് കാർത്തിക മാസം ഇനിയും ദിവസങ്ങളുണ്ട്. എല്ലാവരും ഇനിയുള്ള 11 ദിവസവും കൂടി നന്നായിട്ട് ഭജനയെല്ലാം നന്നായി ചെയ്യണം എന്ന് പ്രത്യേക താല്പര്യം. നാമജപം മുടങ്ങാതെ ചെയ്യണം. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ
വന്നിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് 3 പ്രാവശ്യം ഹരിനാമം ജപിച്ചുകൊണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് ഗുരുവായൂരപ്പനോടും ശ്രീ ദാമോദര ഭഗവാനോടും പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സത്സംഗം ഇവിടെ നമുക്ക് സമ്മതിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധോഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ. श्रीमद् भागवतम ग्रंथराज की जय, श्रील प्रभुपाद की जय.